കൃപയേ 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 യേശു അപ്പായല്ല നിന്ന കൃപയേ. Shall we all stand up in the presence of the Lord? ಎಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ. ಕೃಪೆಯೇ കൃപയേ കൃപയേ യേശു അപ്പായല്ല നിന്ന കൃപയേ. കൃപയേ 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 യേശു അപ്പായല്ല നിന്ന കൃപയേ. കൃപയേ 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 യേശു അപ്പായല്ല നിന്ന കൃപയേ. മനെ വൈകുന്നേരം അസാധാരണമായ ദൈവ സാന്നിധ്യം ജനത്തെ തൊടാനായിട്ട് പോകുകയാണ്. ಈ ಒಂದು ಸಮಯದಲ್ಲಿ ಅಸಾಧಾರಣವಾದ ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ನಾವು ಅನುಭವ ಮಾಡಲಿಕ್ಕಾಗಿ ಹೋಗ್ತಾ ಇದ್ದೇವೆ. കഴിഞ്ഞ സെഷനുകളിലെല്ലാം അസാധാരണമായ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു. ಕಳೆದ ಸೆಷನ್ಸ್ ಅಲ್ಲೆಲ್ಲ ನಾವು ಅಸಾಧಾರಣವಾದ ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವ ಮಾಡಿದೆವು. ഈ വൈകുന്നേരവും പ്രത്യേകമായത് ചിലത് നമ്മിൽ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ಈ ಸಂಜೆಯ ಸಮಯದಲ್ಲಿ ಕೂಡ ಪ್ರತ್ಯೇಕವಾದಂತಹ ಕೆಲವೊಂದನ್ನು ದೇವರು ನಮ್ಮ ಲೈಫ್ ಅಲ್ಲಿ ಮಾಡಲಿಕ್ಕಿದ್ದಾರೆ. നമ്മൾ മക്കളാണ്, ನಾವು ಮಕ್ಕಳಾಗಿದ್ದೇವೆ, അതുകൊണ്ട് തന്നെ നമ്മൾ ജയാളികളാണ്. ಅದರ ಜೊತೆಗೆ ನಾವು ಛಾಯಾಳಿಗಳು ಕೂಡ ಆಗಿದ್ದೇವೆ. ഈ അന്തരീക്ഷ മേഖലകളുടെ നിയന്ത്രണം ആത്മാവിൽ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ಈ ಒಂದು ವಾತಾವರಣದ ಎಲ್ಲ ನಿಯಂತ್ರಣವನ್ನು ಆತ್ಮದಲ್ಲಿ ನಾವು ತೆಗೆದುಕೊಳ್ತಾ ಇದ್ದೇವೆ. നമ്മൾ ജയാളികളാണ്, ನಾವು ಜಯಶಾಲಿಗಳಾಗಿದ್ದೇವೆ. നമ്മുടെ കരങ്ങളെ തട്ടി കർത്താവിന്റെ ನಾವು സ്തോത്രം. ಕರಗಳನ್ನು ತಟ್ಟಿ ಕರ್ತನಿಗೆ ನಾವು ಸ್ತೋತ್ರ ಮಾಡೋಣ. നമ്മുടെ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ಇಲ್ಲಿ ನಿಂತುಕೊಂಡು ನಾನು ಆ ಒಂದು ಅಧಿಕಾರದಲ್ಲಿ ನಾನು ಇಲ್ಲಿ ಮಾತನಾಡ್ತಾ ಇದ್ದೇನೆ. ഹല്ലേലൂയ ಹಾಲೆಲೂಯ ഹല്ലേലൂയ. കരങ്ങളെ തട്ടി എല്ലാവരും അന്യഭാഷകളിൽ ಸ್ವಲ್ಪ ಸಮಯ ಎಲ್ಲರೂ ಕರಗಳನ್ನು ತಟ್ಟಿ ರಾಸಾಂತರೇ ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಸ್ವಲ್ಪ ಸಮಯ ನಾವು ಆರಾಧಿಸೋಣ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അവനങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ, അവനങ്ങ് മാത്രം മഹത്വത്തിന് യോഗ്യൻ. അവൻ കർത്താവ് ദേശത്തിന്റെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അവൻ വലിയ ദൈവ പ്രവൃത്തി അവൻ ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവനെല്ലാം മൂടുപടങ്ങളെയും യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. അവനെല്ലാം മൂടുപടങ്ങളെയും ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ അവൻ ഇറങ്ങി ഇവിടെ മിനിസ്റ്റർ ചെയ്യട്ടെ. ದೇವದೂತರುಗಳು ಇಳಿದು ಬಂದು ಇಲ್ಲಿ ಕರ್ತನ ಸೇವೆಯನ್ನು ಮಾಡಲಿ. അവൻ അന്തരീക്ഷ മണ്ഡലങ്ങൾ വീണ് കിടക്കുന്ന മൂടുപടങ്ങളെ കീറുകയാണ്. ಇಲ್ಲಿರ್ತಕ್ಕಂಥ ಈ ವಾತಾವರಣದಲ್ಲಿ ಅಂತರಿಕ್ಷ ಮಂಡಲದಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ಎಲ್ಲ ತಡೆಗಳು ನೀಗಿಸಲ್ಪಡ್ತಾ ಇದ್ದಾವೆ. അവൻ ഇവിടെ നടക്കുന്ന സകല മിനിസ്ട്രികളും അവൻ ഏറ്റവും ക്ലാരിറ്റിയോടുകൂടെ അവൻ ഈ ആലയത്തിൽ വെളിപ്പെടട്ടെ. ಎಲ್ಲ ದೇವರ ಆ ಸೇವೆಗಳು ಈ ಒಂದು ಆಲಯದಲ್ಲಿ ಸಂಪೂರ್ಣ ಕ್ಲಾರಿಟಿಯೊಡನೆ ಅದು ಪ್ರಕಟಗೊಳ್ಳಲಿ. ഹല്ലേലൂയ ಹಾಲೆಲೂಯ ഹല്ലേലൂയ ಹಾಲೆಲೂಯ. നിങ്ങൾ വന്നതുപോലെ നിങ്ങൾ മടങ്ങി പോകത്തില്ല. ನೀವು ಬಂದ ಹಾಗೆ ಹಿಂತಿರುಗಿ ಹೋಗೋದಿಲ್ಲ. നാളെ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി പോകുന്നത് അസാധാരണമായ അതോറിറ്റിയോട് കൂടിയായിരിക്കും നമ്മൾ മടങ്ങി പോകുന്നത്. ನಾಳೆ ನೀವು ಹಿಂತಿರುಗಿ ಹೋಗುವಾಗ ಅಸಾಧಾರಣವಾದಂತ ಅಧಿಕಾರದೊಡನೆ ನೀವು ಹಿಂತಿರುಗಿ ಹೋಗ್ತೀರಿ. വലിയൊരു ചേഞ്ചോട് കൂടിയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ಒಂದು ದೊಡ್ಡ ಬದಲಾವಣೆಯನ್ನು ಹೊಂದಿಕೊಂಡವರಾಗಿ ನೀವು ಹೋಗ್ತೀರಿ. ആമേൻ. ഒരു സൂപ്പർ നാച്ചുറൽ മാനിഫെസ്റ്റേഷനോട് കൂടിയായിരിക്കും നിങ്ങൾ മടങ്ങി പോകുന്നത്. ಸೂಪರ್ ನ್ಯಾಚುರಲ್ ಮ್ಯಾನಿಫೆಸ್ಟೇಷನ್ ನೋಡನೆ ನೀವು ಇಲ್ಲಿಂದ ಆಚೆ ಹೋಗ್ಲಿಕ್ಕೆ. പരിശുദ്ധാത്മാവെന്ന വ്യക്തി നിങ്ങളുടെ കൂടെ നടക്കുന്നത്, നിൽക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നത് അവൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಎನ್ನುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ ನಿನ್ನ ಸಂಗಡ ನಿಲ್ಲುವಂಥದ್ದು, ನಡೆಯುವಂಥದ್ದು ಮತ್ತು ನಿನ್ನ ಒಳಗಡೆ ಅಸಾಧಾರಣವಾದ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವಂಥದ್ದನ್ನ ನಿನ್ನ ಸಾಕ್ಷೀಕರಿಸಲಿಕ್ಕಿದೆಯಾ? ചിലരുടെ മേൽ മാന്റിലുകൾ വീഴുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുകയാണ്. ಕೆಲವರ ಮೇಲೆ ಹೊದಿಕೆಗಳು ಬೀಳ್ತಾ ಇರೋದನ್ನ ದೇವರ ಆತ್ಮನು ಬಹಳ ಶಕ್ತವಾಗಿ ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. വളരെ നാളുകൾ എലീശയെ പോലെ കൊതിയോടെ ആഗ്രഹത്തോടെ നിങ്ങൾ പിൻചെല്ലുവാനിടയായി. ಅನೇಕ ದಿನಮಾನಗಳು ಎಲಿಷನ ಹಾಗೆ ಬಹಳ ಆಸೆಯಿಂದ ಆಸಕ್ತಿಯಿಂದ ಕಾದಿರ್ತಕ್ಕಂಥ ಕೆಲವು ವ್ಯಕ್ತಿಗಳು ಇಲ್ಲಿ ಇದ್ದೀರಿ ಎಂಬುದಾಗಿ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ. എന്നാൽ ഇതുവരെയും വേണ്ട പോലെ പ്രയോജനപ്പെടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ಆದ್ರೆ ಇಲ್ಲಿಂದ ನೀವು ದೇವರಿಗಾಗಿ ಪ್ರಯೋಜನ ಪಡಲಿಕ್ಕಾಗಿ ದೇವರು ನಿಮ್ಮನ್ನು ನಡೆಸಲಿಕ್ಕಿದ್ದಾರೆ. എന്നാൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನು ಮಾತನಾಡ್ತಾ ಇರುವಂತದ್ದು, നാളെ നിങ്ങൾ ഇവിടുന്ന് മടങ്ങുന്നതിന് മുമ്പ്
അവൻ നിങ്ങളുടെ മേൽ വലിയ ഒരു മാൻഡിലിനെ അവൻ സ്വർഗം നൽകിയിരിക്കും. ನಾಳೆ ನೀವು ಇಲ್ಲಿಂದ ಹಿಂತಿರುಗಿ ಹೋಗೋದ್ರ ಒಳಗಾಗಿ ಒಂದು ದೊಡ್ಡ ಹೊದಿಕೆಯನ್ನ ಪರಿಶುದ್ಧಾತ್ಮನು ನಿಮ್ಮ ಮೇಲೆ ಹಾಕಿ ನಿಮ್ಮನ್ನು ಇಲ್ಲಿಂದ ಕಳಿಸಲಿಕ್ಕಿದ್ದಾನೆ. അവൻ ചിലരെ പാട്ടുകൾ എഴുതാൻ അവൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും. ಕೆಲವರು ಹಾಡುಗಳನ್ನ ಬರೆಯೋದಕ್ಕೆ ದೇವರ ಆತ್ಮನು ಸಹಾಯ ಮಾಡ್ತಾನೆ. അവൻ കന്നഡയിൽ പ്രശസ്തമായ ഗാനങ്ങൾ എഴുതുന്ന അവൻ ചില ഗായകരെ അവൻ പരിശുദ്ധാത്മാവ് ഇതിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട്. ಕನ್ನಡ ಭಾಷೆಯಲ್ಲಿ ಪ್ರಸಿದ್ಧವಾದ ಹಾಡುಗಳನ್ನ ಬರೆಯುವಂತ ಕೆಲವು ವ್ಯಕ್ತಿಗಳನ್ನ ಪರಿಶುದ್ಧಾತ್ಮನು ಈ ಕಾನ್ಫರೆನ್ಸ್ ಅಲ್ಲಿ ನೋಡಿದ್ದೇನೆ ಎಂಬುದಾಗಿ ದೇವರಾತ್ಮನ ಹೇಳ್ತಾ അവൻ ಇದ್ದಾನೆ. അങ്ങനെ അവൻ ചിലരെ പരിശുദ്ധാത്മാവ് കണ്ട് അവൻ വേർതിരിക്കുന്ന മണിക്കൂറുകളാണ് അവൻ വരുന്ന മണിക്കൂറുകൾ. ಆ ರೀತಿಯಾಗಿರ್ತಕ್ಕಂಥ ಕೆಲವು ವ್ಯಕ್ತಿಗಳನ್ನ ಪರಿಶುದ್ಧಾತ್ಮನು ನೋಡಿ ಬೇರ್ಪಡಿಸುವಂತ ಗಂಟೆಗಳಾಗಿದ್ದಾವೆ ಈ ಮುಂದಿನ ಸ್ವಲ್ಪ ಸಮಯಗಳು. അവൻ ചില അന്ധകാര അധികാരങ്ങളെ അവൻ ചില ദേശങ്ങളിൽ നിന്ന് അവൻ വാക്കുകൾ കൊണ്ട് പുറത്താക്കാൻ അസാധാരണമായ ಅಥಾರಿಟಿ അവൻ ദൈവം ചിലർക്ക് കൈമാറും. ಈ ಅಂಧಕಾರದ ಶಕ್ತಿಗಳ ಆ ಬಲವನ್ನು ಮುರಿದಾಕುವಂತ ಹೊರಗಾಕುವಂತ ಕೆಲವೊಂದು ಪ್ರದೇಶಗಳಲ್ಲಿ ಅವುಗಳ ಕಾರ್ಯವನ್ನು ಲಯಪಡಿಸ್ತಕ್ಕಂಥ ಒಂದು ಶ್ರೇಷ್ಠ ಅಧಿಕಾರವನ್ನ ಕೆಲವು ವ್ಯಕ್ತಿಗಳ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ಈ ಸಂಜೆ ಬಿಡುಗಡೆ ಮಾಡಲಿಕ್ಕಿದ್ದಾನೆ. അവൻ നിങ്ങൾ ഒരു ദേശത്ത് ചെന്ന് ഇരുട്ട് മാറട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ആ ദേശത്തെ ഇരുട്ടുകൾ മാറിപ്പോയിരിക്കും. ನೀವು ಒಂದು ಸ್ಥಳಕ್ಕೆ ಹೋಗಿ ಅಂಧಕಾರವು ಇಲ್ಲದೆ ಹೋಗಲಿ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಆ ದೇಶದ ಅಂಧಕಾರವು ಸಂಪೂರ್ಣವಾಗಿ ಇಲ್ಲದೆ ಹೋಗುತ್ತೆ. നിങ്ങൾ ഒരു ദേശത്ത് ചെന്ന് ഈ ദേശത്തിന്റെ ശാപം മാറട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ആ ദേശത്തിന്റെ ശാപങ്ങൾ മാറിയിരിക്കും. ನೀವೊಂದು ಪ್ರದೇಶಕ್ಕೆ ಹೋಗಿ ಆ ಪ್ರದೇಶದ ಶಾಪವು ಸಂಪೂರ್ಣವಾಗಿ ಇಲ್ಲದೆ ಹೋಗಲಿ ಎಂಬುದಾಗಿ ಹೇಳೋದಾದರೆ ಆ ಪ್ರದೇಶದ ಆ ಶಾಪವು ಇಲ್ಲದೆ ಹೋಗಿರುತ್ತೆ. അവൻ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മീക അധികാരത്തെ അതിന്റെ ആഴങ്ങളിൽ തിരിച്ചറിയുവാൻ അവൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപകരനായി പോകുകയാണ്. ನಿಮ್ಮ ಮೇಲೆ ಹರಡಿಸಲ್ಪಟ್ಟಿರ್ತಕ್ಕಂಥ ಆ ಪರಿಶುದ್ಧಾತ್ಮನ ಅಧಿಕಾರದ ಆಳವನ್ನ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಿಕ್ಕೆ ಬೇಕಾದ ಕೃಪೆಯನ್ನ ಪರಿಶುದ್ಧಾತ್ಮನ ಬಿಡುಗಡೆ ಮಾಡಲಿಕ್ಕಿದ್ದಾನೆ. എല്ലാവരും അന്യഭാഷകളിൽ ಎಲ್ಲರೂ ಒಂದು ನಿಮಿಷ ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಸ್ವಲ್ಪ ಸಮಯ അവൻ നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികളെ സൗഖ്യമാക്കാൻ അവൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. ನಿನ್ನ ಮುಂದೆ ಬರುವಂತ ರೋಗಿಗಳನ್ನ ಸ್ವಸ್ಥ ಮಾಡಲಿಕ್ಕೆ ಬೇಕಾದ ಅಧಿಕಾರ ನಿನಗೆ ಕೊಡಲ್ಪಟ್ಟಿದೆ. അവൻ അതിന്റെ ആഴങ്ങൾ അവൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കും. ಆ ಒಂದು ಅಧಿಕಾರದ ಆಳಗಳನ್ನ ಈ ದಿನಮಾನಗಳಲ್ಲಿ ನೀವು ತಿಳಿದುಕೊಳ್ಳಲಿಕ್ಕಿದ್ದೀರಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നിങ്ങൾ ഒരാളെ സൂക്ഷിച്ചു നോക്കിയാൽ അവൻ ആ നോട്ടത്തിൽ ദുരാത്മാക്കൾ അവൻ ചില ശരീരങ്ങൾ വിട്ട് മാറുന്നത് അവൻ നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങൾ കാണാൻ പോകുകയാണ്. ನಿಮ್ಮ ಸೇವೆಯಲ್ಲಿ ನೀವು ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ದೃಷ್ಟಿಸಿ ನೋಡೋದಾದರೆ ಆ ವ್ಯಕ್ತಿಯ ಒಳಗಡೆ ದುರಾತ್ಮಗಳು ಹೊರಗೆ ಹೋಗುವಂತದನ್ನ ಬರೋ ದಿನಮಾನಗಳಲ್ಲಿ ನಿಮ್ಮ ಸೇವೆಯಲ್ಲಿ ನೀವು സാക്ഷീകരിಸಲಿಕ್ಕಿದ್ದೀರಿ. അവൻ ഡീമൺസിന്റെ മേൽ അവൻ സ്തോത്രം മിനിസ്ട്രി ചെയ്യാൻ കഴിയുന്ന അതിനെ പുറത്താക്കാൻ കഴിയുന്ന അവൻ സാധാരണമായ അവൻ അതോറിറ്റിയുടെ അവൻ ഇംപാർട്ടേഷൻ അവൻ റൈറ്റ് നൗ അവൻ ദൈവമേ ആലയത്തിൽ അവൻ ഹല്ലേലൂയ കൈമാറ്റം ചെയ്യുകയാണ്. ಆ ದುರಾತ್ಮಗಳ ಮೇಲೆ ಅಧಿಕಾರ ತೆಗೆದು ಅವುಗಳನ್ನು ಓಡಿಸುವಂತ ಆ ಅಧಿಕಾರದ ಒಂದು ಇಂಪಾರ್ಟೇಷನ್ ಅನ್ನ ದೇವರ ಆತ್ಮನು ಈಗಲೇ ನಮ್ಮ ಮೇಲೆ ಬಿಡುಗಡೆ ಮಾಡಲಿಕ್ಕಿದ್ದಾನೆ. ಹಲ್ಲೇಲೂಯ. ರಿಸೀವ್. ಹಲ್ಲೇಲೂಯ. ಹೊಂದಿಕೋ. ಹಲ್ಲೇಲೂಯ. ಪ್ರಾಪಿಸಿಕೋ. ಬಾಬಾ ಹೊಂದಿಕೋ. ಹೊಂದಿಕೋ ಅಭಿಷೇಕ. ಹೊಂದಿಕೋ. ಪ್ರಾಪಿಸಿಕೋ. ಹೊಂದಿಕೋ ಅಭಿಷೇಕ. ಹೊಂದಿಕೋ. ಆಮೆನ್. ರೈಟ್ ನೌ. ಪ್ರಾಪಿಸಿಕೋ. ಈಗಲೇ ಆ ಅಭಿಷೇಕವನ್ನು ಹೊಂದಿಕೋ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അവൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ಅವುಗಳನ್ನ ಚೇಳುಗಳನ್ನ ವೈರಿಯ ಸಮಸ್ತ ಬಲವನ್ನ ತೊಳೆಯೋದಕ್ಕೆ ಬೇಕಾದ ಅಧಿಕಾರ ದೇವರು ನಿಮಗೆ ಈಗಾಗಲೇ ಕೊಟ್ಟಿದ್ದಾನೆ. അവൻ ചില ചർച്ചകളില് അവൻ മാനസിക രോഗികളെ കൊണ്ടുവന്ന് അവൻ അവരുടെ മനസ്സുകളെ സുഖമാക്കാനുള്ള അവൻ അസാധാരണമായ അവനൊരു ಅಥಾರಿಟಿ അവൻ ചിലരുടെ മേൽ ഇപ്പോൾ അവൻ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ದೇವರ ಆತ್ಮನು ಕೆಲವರ ಮೇಲೆ ಈ ರೀತಿಯಾದ ಒಂದು ಅಭಿಷೇಕ ಬಿಡುಗಡೆ ಮಾಡಲಿಕ್ಕಿದ್ದಾನೆ.
ಈ ಮಾನಸಿಕ ರೋಗಿಗಳನ್ನ ಸಭೆಯಲ್ಲಿ ಕರೆದುಕೊಂಡು ಬರುವಾಗ ಅವರ ಮನಸ್ಸನ್ನ, ಅವರ ಸ್ಥಿತಿಯನ್ನ ಬದಲಾವಣೆ ಮಾಡುವಂತ ಒಂದು ಸ್ವಸ್ಥತೆಯ ಅಭಿಷೇಕವನ್ನ ದೇವರಾತ್ಮನು ಕೆಲವರ ಮೇಲೆ ಬಿಡುಗಡೆ ಮಾಡ್ಲಿಕ್ಕಿದ್ದಾನೆ. ആമേൻ. ചങ്ങലകളെ നിങ്ങൾ പൊട്ടിക്കാൻ പോകുകയാ. ನೀವು ಬಂಧನಗಳನ್ನ, ಸರಪಣಿಗಳನ್ನ ಮುರಿದು ಹಾಕಲಿಕ್ಕಿದ್ದೀರಿ. ആമേൻ. ചിലരെ കെട്ടിയിരിക്കുന്ന കയറുകളെ നിങ്ങൾ അഴിക്കാൻ പോകുകയാ. ಕೆಲವರೆಲ್ಲ ಕಟ್ಟಿ ಹಾಕಿರ್ತಕ್ಕಂಥ ಬಂಧನಗಳನ್ನ ನೀವು ಒಡೆದು ಹಾಕಲಿಕ್ಕಿದ್ದೀರಿ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ചില സഭകൾ ആമേൻ മിറക്കിൾ ഹബ്ബുകളായി മാറാൻ പോകുകയാ. ಕೆಲವೊಂದು ಸಭೆಗಳು ಆ ರಿವೈವಲ್ ನ ಹಬ್ಬಗಳಾಗಿ ದೇವರು ಮಾರ್ಪಾಟು ಮಾಡ್ಲಿಕ್ಕಿದ್ದಾನೆ. മിറക്കിൾ ഹബ്ബുകളായി മാറാൻ പോകുകയാ. ಉಜ್ಜೀವನದ ಕೇಂದ್ರವನ್ನಾಗಿ ದೇವರು ಕೆಲವು ಸಭೆಗಳನ್ನ ಮಾರ್ಪಾಟು ಮಾಡ್ಲಿಕ್ಕಿದ್ದಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ആമേൻ. വലിയ മെഡിക്കൽ കോളേജുകളിലേക്ക് ആംബുലൻസുകൾ പോകുന്നത് പോലെ ആമേൻ ചില സഭകളിലേക്ക് ആമേൻ ആംബുലൻസുകൾ വരാൻ പോകുകയാണ്. അവിടെയുള്ള ദൈവമക്കൾ ആമേൻ ഗുരുതരമായ രോഗങ്ങളെ ആമേൻ വാക്കുകൾ കൊണ്ട് സൗഖ്യമാക്കാൻ പോകുകയാണ്. ಕೆಲವು ಮೆಡಿಕಲ್ ಕಾಲೇಜುಗಳ ಒಳಗಡೆ ಆಂಬುಲೆನ್ಸ್ಗಳು ಹೋಗುವ ಹಾಗೆ ಕೆಲವು ಸಭೆಗಳ ಒಳಗಡೆ ಆಂಬುಲೆನ್ಸ್ಗಳಲ್ಲಿ ಜನ ಬರಲಿಕ್ಕಿದ್ದಾರೆ. ಅವರನ್ನು ನೋಡಿ ಸಭೆಯವರು ಪ್ರಾರ್ಥಿಸುವಾಗ ಆ ಮಾತುಗಳ ಮೂಲಕವಾಗಿಯೇ ಸ್ವಸ್ಥತೆಗಳು ಸಂಭವಿಸಿ ಆ ವ್ಯಕ್ತಿಗಳು ಎದ್ದು ನಿಲ್ಲಲಿಕ್ಕಿದ್ದಾರೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ സഭയിൽ വെളിപ്പെടുന്ന ഗ്ലോറി ആമേൻ ലോകം കാണാനായി പോകുകയാണ്. ನಿಮ್ಮ ಸಭೆಯಲ್ಲಿ ಪ್ರಕಟವಾಗುವಂತ ಮಹಿಮೆಯನ್ನ ಇಡೀ ಲೋಕವು ಕಾಣಲಿಕ್ಕಿದೆ. വൈശാന്തകനാദേ വൈഠാനമക്ഷസേ ലഗാനാധനാന്തരേ. ഹല്ലേലൂയ. ദൈവസഭയിലെ ആമേൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ആമേൻ പരിശുദ്ധാത്മാവ് കരങ്ങളിൽ എടുക്കാൻ പോകുകയാണ്. ದೇವರ ಆತ್ಮನು ಈ ಒಂದು ಸಭೆಗಳಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ಚಿಕ್ಕ ಮಕ್ಕಳು ಮೊದಲುಗೊಂಡು ತನ್ನ ಹಸ್ತದಲ್ಲಿ ತೆಗೆದುಕೊಂಡು ದೇವರ ಆತ್ಮನು ಉಪಯೋಗಿಸಲಿಕ್ಕಿದ್ದಾನೆ. ಓ ರಾಠಮಾನಾಂತಾರಾಖ ವೈಶಾಮನಾಂತಾರಾಧಿಕ ಸಮಲಂತಾರೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ഒട്ടാಗಿ ಸೇರೋಣ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆಯೇ, ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ನಾವೆಲ್ಲರೂ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಕುಳಿತುಕೊಳ್ಳೋಣ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഈ പ്രോഫറ്റിക് കോൺഫറൻസ് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ಈ ಒಂದು ಪ್ರೊಫೆಟಿಕ್ ಕಾನ್ಫರೆನ್ಸ್ ನಿಮಗೆ ಆಶೀರ್ವಾದವಾಗಿದೆ ಎಂಬುದಾಗಿ ನಾನು ನಂಬುತ್ತಾ ಇದ್ದೇನೆ. നിങ്ങൾക്ക് അനുഗ്രഹമല്ലെങ്കിലും എനിക്കത് അനുഗ്രഹമാണ്. ನಿಮಗೆ ಆಶೀರ್ವಾದವಾಗಿದೆಯೋ ಇಲ್ಲೋ ಗೊತ್ತಿಲ್ಲ, ಆದರೆ ನನಗೆ ಆಶೀರ್ವಾದವಾಗಿದೆ. ആമേൻ, ಆಮೆನ್. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആരെയും ദൈവം വെറുതെ മടക്കി അയക്കുകയില്ല. ಯಾರನ್ನ ಕೂಡ ದೇವರು ಸುಮ್ಮನೆ ವಾಪಸ್ ಕಳಿಸೋದಿಲ್ಲ. ആമേൻ. ಆಮೆನ್. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മളോട് ദൈവം സംസാരിക്കും. ನಾವು ಪ್ರಾರ್ಥನಾ ಪೂರ್ವಕವಾಗಿರೋದಾದ್ರೆ ದೇವರು ನಮ್ಮೊಟ್ಟಿಗೂ ಮಾತನಾಡ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിങ്ങൾ നാളെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു മാൻറ്റിലും കൊണ്ട് മാത്രം ഇവിടുന്ന് പോകൂ. ನಾಳೆ ಈ ಮೀಟಿಂಗ್ ಅನ್ನು ಮುಗಿಸಿ ನೀವು ಹೋಗೋದ್ರ ಒಳಗಾಗಿ ಒಂದು ಹೊದಿಕೆಯನ್ನು ಹೊಂದಿಕೊಂಡೇ ನೀವು ಹೋಗ್ತೀರಿ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കുറച്ച് മിനിറ്റ് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. ಸ್ವಲ್ಪ ನಿಮಿಷಗಳು ನಾವು ದೇವರ ವಾಕ್ಯದಿಂದ ನಾವು ಧ್ಯಾನ ಮಾಡೋಣ. കഴിഞ്ഞ 3 ദിവസങ്ങൾ 4-5 സെഷനായിട്ട് ചർച്ചിൽ ഞാൻ സ്പിരിച്വൽ ഡൊമൈനിയൻ എന്നുള്ള സബ്ജക്റ്റ് സംസാരിക്കാനിടയായി. ನಮ್ಮ ಸಭೆಯಲ್ಲಿ ಕಳೆದ 3 ದಿನಗಳು 4-5 ಸೆಕ್ಷನ್ಗಳಲ್ಲಿ ಆತ್ಮಿಕ ಅಧಿಕಾರ ಅಥವಾ ದೊರೆತನದ ಕುರಿತಾಗಿ ನಾವು ಮಾತನಾಡಿ ಕಲ್ತ್ಕೊಂಡೆವು. നമ്മുടെ മേല് ഭയങ്കര ഒരു സ്പിരിച്വൽ അതോറിറ്റി തന്നിട്ടുണ്ട്. ನಮಗೆ ಒಂದು ಭಯಂಕರವಾಗಿರ್ತಕ್ಕಂಥ ಆತ್ಮಿಕ ಅಧಿಕಾರವನ್ನು ದೇವರು ಕೊಟ್ಟಿದ್ದಾರೆ. ആമേൻ, ಆಮೆನ್. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും യുദ്ധം ജയിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ದೇವರು ನಿಜವಾಗ್ಲೂ ಹೇಳ್ಬೇಕಂದ್ರೆ ಯುದ್ಧವನ್ನ ಜಯಿಸೋದಕ್ಕಾಗಿ ನಮ್ಮನ್ನ ಕರೆದಿಲ್ಲ. അല്ല, ಅಲ್ಲ, ജയിച്ച യുദ്ധത്തെ അപ്ലൈ ചെയ്യാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ಜಯಿಸಲ್ಪಟ್ಟ ಯುದ್ಧವನ್ನ ನಾವು ಅಪ್ಲೈ ಮಾಡೋದಕ್ಕೆ, ಅನ್ವಯಿಸೋದಕ್ಕೆ ದೇವರು ನಮ್ಮನ್ನ ಕರೆದಿದ್ದಾನೆ. ಆಮೆನ್. മനസ്സിലായി നിങ്ങൾക്ക്? ನಿಮಗೆ ಎಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥ ಆಯಿತು? 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. 1947ರಲ್ಲಿ ಭಾರತ ದೇಶ ಸ್ವಾತಂತ್ರ್ಯವನ್ನು ಹೊಂದಿಕೊಳ್ತು. പക്ഷെ ഇന്ത്യ സ്വതന്ത്രമായി എന്നറിയാത്ത കുറേ ആളുകള് പല പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. ಆವತ್ತು ಆ ಒಂದು ಭಾರತ ದೇಶ ಸ್ವತಂತ್ರವನ್ನು ಹೊಂದಿಕೊಳ್ಳೋದಕ್ಕೋಸ್ಕರ ಅನೇಕ ವ್ಯಕ್ತಿಗಳು ಅನೇಕ ಕಡೆಗಳಲ್ಲಿ ಅನೇಕ ಹೋರಾಟಗಳು ಮಾಡಿದ್ರು. ಟಿವಿ ಇಲ್ಲದ ಸ್ಥಳಗಳು, ಅಲ್ಲಿ ಟಿವಿ ಇಲ್ಲದೆ ಇರತಕ್ಕಂಥ ಸ್ಥಳಗಳಿದ್ದವು. ನ್ಯೂಸ್ ಪೇಪರ್ ಇಲ್ಲದ ಸ್ಥಳಗಳು, ನ್ಯೂಸ್ ಪೇಪರ್ ಇಲ್ಲದೆ ಇರತಕ್ಕಂಥ ಸ್ಥಳಗಳಿದ್ದವು. റേഡിയോ ഇല്ലാത്ത സ്ഥലങ്ങള്, ರೇಡಿಯೋ ಇಲ್ಲದೆ ಇರತಕ್ಕಂಥ ಸ್ಥಳಗಳಿದ್ದವು. 25-30 വർഷങ്ങൾക്ക് ശേഷവും അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്
ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നാണ്. ಆ ರೀತಿಯಾಗಿರ್ತಕ್ಕಂಥ ಸ್ಥಳಗಳಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ಅನೇಕರು 25-35 ವರ್ಷಗಳು ಆದರೂ ಕೂಡ ಇನ್ನೂ ಬ್ರಿಟಿಷರೇ ಭಾರತವನ್ನು ಆಳ್ವಿಕೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂತೇಳಿ ಅವ್ರು ಹಾಗೆಯೇ ಅದೇ ಒಂದು ಹಳೆ ಇದರಲ್ಲಿದ್ರು. 35-40 ವರ್ಷങ്ങൾക്ക് ശേഷം അവരറിഞ്ഞു ബ്രിട്ടീഷുകാർ പോയി ഇന്ത്യ സ്വതന്ത്രമായി. 35-40 ವರ್ಷಗಳ ನಂತರ ಕೆಲವರು ಗೊತ್ತಾಯಿತು ಬ್ರಿಟಿಷ್ ಅವರು ಭಾರತ ಬಿಟ್ಟು ಹೋಗಿ ಭಾರತ ದೇಶ ಸ್ವತಂತ್ರ ಹೊಂದ್ಕೊಂಡಿದೆ ಅಂತೇಳಿ. ആമേൻ. ಆಮೇನ್. നമ്മളും അങ്ങനെയാണ്. ನಾವು ಕೂಡ ಹಾಗೇನೆ. 2000 ವರ್ಷങ്ങൾക്ക് മുമ്പ് യേശു യുദ്ധം ജയിച്ചു. 2000 ವರ್ಷಗಳ ಹಿಂದೆನೆ ಯೇಸು ಸ್ವಾಮಿ ಯುದ್ಧವನ್ನ ಜಯಿಸಿದ್ದಾರೆ. ಆಮೆನ್. ಆಮೆನ್. ಈ ಜಯത്തെ അറിയാത്ത ആളുകളോട്, ಆ ಜಯವನ್ನ ತಿಳಿದುಕೊಳ್ಳದೆ ಇರತಕ್ಕಂತ ವ್ಯಕ್ತಿಗಳು യേശു ജയിച്ചു എന്ന് പറയാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ಆ ಒಂದು ವ್ಯಕ್ತಿಗಳಿಗೆ ಯೇಸು ಸ್ವಾಮಿ ಜಯಿಸಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಹೇಳೋದಕ್ಕಾಗಿನೇ ನಾವು ಕರೆಯಲ್ಪಟ್ಟಿದ್ದೀವಿ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ಅದೇ ನಮ್ಮ ಕೆಲಸ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാൾ ബന്ധനത്തിലിരിക്കുന്നെങ്കിൽ, ಒಬ್ಬ ವ್ಯಕ್ತಿ ಬಂಧನದಲ್ಲಿ ಇರೋದಾದ್ರೆ അവനോട് പിശാച് പറഞ്ഞിരിക്കുന്നത്, ಆ ವ್ಯಕ್ತಿಯೊಟ್ಟಿಗೆ ಸೈತಾನನು ಹೇಳುವಂತದ್ದು, ഞാനാണ് ನಿന്റെ യജമാനൻ, ನಾನೇ ನಿನ್ನ ಯಜಮಾನ ಎಂಬುದಾಗಿ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാനാണ് നിന്നെ ഭരിക്കുന്നത്. ನಾನೇ ನಿನ್ನನ್ನು ಆಳ್ವಿಕೆ ಮಾಡುವಂತದ್ದು. അവന്റെ അടുക്കൽ നമ്മൾ ചെന്നിട്ട് പറയും, ಆದ್ರೆ ಅವನ ಹತ್ರ ನಾವು ಹೋಗಿ ಹೇಳ್ತೇವೆ, പിശാചല്ല നിന്റെ യജമാനൻ, ಸೈತಾನನಲ್ಲ ನಿನ್ನ ಯಜಮಾನ, യേശുവാണ് നിന്റെ യജമാനൻ. ಯೇಸು ನಿನ್ನ ಯಜಮಾನನ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് 2000 ವರ್ಷಗಳ ಹಿಂದೆ ಯೇಸು ಕಲ್ವಾರಿಯಲ್ಲಿ പിശാചിനെ ഡിസാം ചെയ്തു. ಆ ಸೈತಾನನ್ನ ಎಲ್ಲ ಆಯುಧಗಳನ್ನು ತೆಗೆದಾಕಿ ನಿರಾಯುಧನನ್ನಾಗಿ ಯೇಸು ಸ್ವಾಮಿ ಮಾಡಿ ಮುಗಿಸಿದ್ರು. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഡിസാം എന്നതിന്റെ ശരിക്കുമുള്ള റൂട്ട് വേർഡ് എന്ന് പറയുന്നത്, ನಿರಾಯುಧ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಆ ನಿಜವಾದ ಶಬ್ದದ ಒಂದು ಮೂಲ ಶಬ್ದ ഒരാളെ ഒഫീഷ്യൽ എന്ന് പറയുന്നത് സ്റ്റാറ്റസിൽ നിന്ന് മാറ്റുന്നതിനെയാണ്. ಒಬ್ಬ ವ್ಯಕ್ತಿಯ ಏನು ಅಧಿಕೃತವಾಗಿರ್ತಕ್ಕಂಥ ಸ್ಥಾನಮಾನದಿಂದ ತೆಗೆದು ಹಾಕುವುದು ಎಂಬುದಾಗಿ. ആമേൻ. ಆಮೆನ್. ഇവിടുത്തെ ഒരു പോലീസ് ഇൻസ്പെക്ടറെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യുന്നത് പോലെ, ಇಲ್ಲಿರ್ತಕ್ಕಂಥ ಒಬ್ಬ ಗೌರ್ಮೆಂಟ್ ಪೊಲೀಸ್ ಅಧಿಕಾರಿಯನ್ನ ಸರ್ಕಾರವು ಸಸ್ಪೆಂಡ್ ಮಾಡುವ ಹಾಗೆ, സസ്പെൻഡ് ചെയ്ത പിന്നെ അദ്ദേഹത്തിന് അധികാരമുണ്ടോ? ಆ ಸಸ್ಪೆಂಡ್ ಮಾಡಲ್ಪಟ್ರೆ ಆ ವ್ಯಕ್ತಿಗೆ ಮತ್ತೆ ಅಧಿಕಾರ ಇದೆಯಾ? ഉണ്ടോ ഇല്ലയോ പറഞ്ഞേ? ಹೇಳ್ರಿ, ಇದೆಯೋ ಇಲ್ವೋ? പിന്നെ അദ്ദേഹത്തിന് അധികാരം ഇല്ല. ಸಸ್ಪೆಂಡ್ ಆದ್ರೆ ಆ ವ್ಯಕ್ತಿಗೆ ಅಧಿಕಾರ ಇನ್ನಿಲ್ಲ. എപ്പോൾ വരെ അദ്ദേഹത്തിന്റെ മേൽ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഉണ്ടോ അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് അധികാരമുള്ളൂ. ಆವಾಗ ಆ ವ್ಯಕ್ತಿಯ ಮೇಲೆ ಒಂದು ಅಫಿಷಿಯಲ್ ಆಗಿ ಒಂದು ಡಿಕ್ಲರೇಷನ್ ಬರುತ್ತೋ ಅಲ್ಲಿಯ ತನಕ ಆ ವ್ಯಕ್ತಿಗೆ ಅಧಿಕಾರ ಇಲ್ಲ, ಬಂದಾಗ ಅಧಿಕಾರ ಇರುತ್ತೆ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ മേലുള്ള ഒഫീഷ്യൽ സ്റ്റാറ്റസ് മാറ്റിയാൽ പിന്നെ അദ്ദേഹത്തിന് അധികാരമില്ല. ಆ ವ್ಯಕ್ತಿಗೆ ಅಧಿಕೃತವಾಗಿ ಅವನ ಸ್ಟೇಟಸ್ ಅನ್ನ ಬದಲಾವಣೆ ಮಾಡಿದ್ರೆ ಆ ವ್ಯಕ್ತಿಗೆ ಅಧಿಕಾರ ಇಲ್ಲ. ആമേൻ. ಆಮೆನ್. ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ അധികാരത്തെ യേശു താഴെ വെപ്പിക്കുവാനിടയായി. ಯೇಸು ಸ್ವಾಮಿ ಈ ಲೋಕದ ದೇವರಾಗಿರ್ತಕ್ಕಂಥ ಸೈತಾನನ ಅಧಿಕಾರವನ್ನ ಸಂಪೂರ್ಣವಾಗಿ ತೆಗೆದು ಕೆಳಗಡೆ ಹಾಕಿ ಅದನ್ನ ಜಜ್ಜೋದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അതുകൊണ്ട് യുദ്ധം ചെയ്ത് ജയിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ಹಾಗಾಗಿ ಯುದ್ಧ ಮಾಡಿ ಜಯಿಸೋದಕ್ಕಾಗಿ ಅಲ್ಲ ನಾವು ಕರೆಯಲ್ಪಟ್ಟಿರೋದು. യേശു ജയിച്ച യുദ്ധത്തെ ಅಪ್ಲೈ ചെയ്യാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ಯೇಸು ಸ್ವಾಮಿ ಜಯಿಸಿರ್ತಕ್ಕಂಥ ಆ ಯುದ್ಧದ ಜಯವನ್ನ ಅಪ್ಲೈ ಮಾಡೋದಕ್ಕಾಗಿ ನಾವು ಕರೆಯಲ್ಪಟ್ಟಿದ್ದೇವೆ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് ನಾವೊಂದು ಸ್ಥಳಕ್ಕೆ ಹೋಗಿ ഒത്തിരി ശബ്ദം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശബ്ദം ഒത്തിരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ನಾವು ತುಂಬಾ ಶಬ್ದ ತೆಗೆದು ಹೇಳಬೇಕು ಅನ್ನೋ ಅವಶ್ಯಕತೆ ಏನಿಲ್ಲ. യേശു നിന്നെ പരാജയപ്പെടുത്തിയെന്നും, യേശു നിന്നെ പരാജയപ്പെടുത്തി, ಯೇಸು ನಿನ್ನನ್ನು ಸೋಲಿಸಿದನೆಂಬುದಾಗಿಯೂ, ഞാൻ യേശുവിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്നും, ನಾನು ಯೇಸು ಸ್ವಾಮಿಯ ಪ್ರತಿನಿಧಿ ಎಂಬುದಾಗಿಯೂ, അവനെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നും നീ പറയുമ്പോൾ, ಆತನನ್ನ ಪ್ರತಿನಿಧಿಸಿ ನಾನು ಇಲ್ಲಿ ನಿಲ್ತಾ ಇದ್ದೇನೆ ಎಂಬುದಾಗಿ ನೀನು ಹೇಳುವಾಗಲೇ ഇരുട്ട് ദൂരേക്ക് മാറിപ്പോകും. ಆ ಅಂಧಕಾರ ದೂರವಾಗಿ ಹೊರಟು ಹೋಗುತ್ತೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കാരണം നീ ദൈവത്തിന്റെ വെളിച്ചമായാണ് നിൽക്കുന്നത്. ಯಾಕೆಂದ್ರೆ ನೀನು ದೇವರ ಬೆಳಕಾಗಿ ಅಲ್ಲಿ ನಿಂತಿರುವಂತದ್ದು. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരു ദൈവ പൈതലിന്റെ അധികാരം എവിടെയാണ് ഇരിക്കുന്നത്? ಒಬ್ಬ ದೇವ ಮಗುವಿನ ಅಧಿಕಾರ ಎಲ್ಲಿ ನೆಲೆಯಾಗಿದೆ? എവിടെയാണുള്ളത്? ಎಲ್ಲಿದೆ? നമ്മുടെ വായിലാണ് അധികാരമുള്ളത്. ನಮ್ಮ ಬಾಯಲ್ಲಿ ಅಧಿಕಾರ ಇರುವಂತದ್ದು. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എവിടെയാണ് നമ്മുടെ അധികാരമുള്ളത്? ಹೇಳ್ರಿ, ಎಲ್ಲಿ ನಮ್ಮ ಅಧಿಕಾರ ಇರುವಂತದ್ದು? നമ്മുടെ വായിലാണ് നമ്മുടെ അധികാരം ഇരിക്കുന്നത്. ನಮ್ಮ ಬಾಯಲ್ಲಿ ನಮ್ಮ ಅಧಿಕಾರ ಇರೋದು. നമ്മൾ 8-ാമത്തെ സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ, ನಾವು ಕೀರ್ತನೆ 70ನೇ ಅಧ್ಯಾಯ 8ನೇ ಕೀರ್ತನೆ 1ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯ ಓದುವಾಗ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ಅಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിക്ക് ദൈവം
ബലം നിയമിച്ചിരിക്കുന്നു. ಆ ಶಿಶುಗಳ ಮತ್ತೆ ಮೊಲೆ ಕುಡಿಯುವವರ ಆ ಶಿಶುಗಳ ಮಕ್ಕಳ ಬಾಯಿಗೆ ದೇವರು ಒಂದು ಬೆಲೆನ ಒಂದು ಶಕ್ತಿಯನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ ಎಂಬುದಾಗಿ. എന്തിനു വേണ്ടിയാണ് ബലം കൊടുത്തിരിക്കുന്നത്? ಯಾತಕ್ಕಾಗಿ ಆ ಬಲವನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ? ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ. ಆ ಶತ್ರು ಮತ್ತೆ ವೈರಿಯನ್ನ ಇನ್ನು ಮತ್ತೆ ಮಾತನಾಡ್ಲಿಕ್ಕೆ ಆಗದ ಹಾಗೆ ಜಯಿಸುವುದಕ್ಕಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാൻ ആ വാക്യം എടുത്ത് പഠിച്ചപ്പോൾ ಆ ಒಂದು ವಾಕ್ಯವನ್ನು ತೆಗೆದು ನಾನು ಓದುವಾಗ അതിന്റെ ശരിക്കുമുള്ള അർത്ഥം ഇങ്ങനെയാണ്. ಅದರ ನಿಜವಾದ ಅರ್ಥ ಈ ರೀತಿಯಾಗಿದೆ. ജനിച്ച് 10-15 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. ಅದು ಜನಿಸಿ 10 ರಿಂದ 15 ದಿನಗಳ ವಯಸ್ಸಾಗಿರ್ತಕ್ಕಂಥ ಮಗುವಿನ ಕುರಿತಾಗಿ ಮಾತು ಬರೆಯಲ್ಪಟ್ಟಿರೋದು. അപ്പോൾ 15 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ്, 15 ದಿವಸಗಳ ವಯಸ್ಸಿರ್ತಕ್ಕಂಥ ಒಂದು ಮಗುವು, അതിന് അമ്മയെന്ന് വിളിക്കാൻ അറിയോ? ಆ ಮಗುಗೆ ಅಮ್ಮ ಅಂತ ಕರೆಯೋದಕ್ಕಾಗುತ್ತಾ? പറയോ? അപ്പ, ಹೇಳ್ರಿ, ಅಮ್ಮ ಎಂಬುದಾಗಿ ಕರೆಯೋದಕ್ಕಾಗುತ್ತಾ? പപ്പ എന്ന് വിളിക്കുവോ? ಪಪ್ಪ ಎಂಬುದಾಗಿ ಕರೆಯುತ್ತಾ ಆ ಮಗು? ഭക്ഷണം വേണമെന്ന് പറയോ? ನನಗೆ ಊಟ ಬೇಕೆಂಬುದಾಗಿ ಕೇಳುತ್ತಾ? പറയോ? ಹೇಳ್ರಿ, ಕೇಳುತ್ತಾ? അങ്ങനത്തെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരണം കേട്ടോ. ಆ ರೀತಿಯಾಗಿ ಏನಾದ್ರು ಒಂದು ಮಗು ಇರೋದಾದ್ರೆ ನನಗೆ ತೋರಿಸ್ಬೋದು ನೀವು. ഇല്ല, അങ്ങനത്തെ ഒരു കുഞ്ഞില്ല. ಆ ಥರ ಮಗು ಇಲ್ಲ. 10 മാസമൊക്കെ ആകുമ്പോഴാണ് ചെറുതായിട്ടൊന്ന് സംസാരിച്ചു തുടങ്ങുന്നത്. ಒಂದು 10 ತಿಂಗಳಾದ್ರೂ ಆಗ್ಬೇಕು, ಸ್ವಲ್ಪನಾದ್ರೂ ಮಾತಾಡಬೇಕು ಅನ್ನೋದಾದ್ರೆ അങ്ങനത്തെ ഒരു കുഞ്ഞിനെ കുറിച്ച് പറയുകയാണ്. ಆ 10 ದಿನಗಳ ವಯಸ್ಸಿರ್ತಕ್ಕಂಥ ಮಗುವಿನ ಕುರಿತಾಗಿ ವಾಕ್ಯ ಹೇಳ್ತಾ ಇದೆ. അമ്മ എന്ന് വിളിക്കാൻ അറിയാത്ത കുഞ്ഞ്, ಅಮ್ಮ ಎಂಬುದಾಗಿ ಕರೆಯೋದಕ್ಕೆ ಆಗ್ಲೇ ಇರ್ತಕ್ಕಂಥ ಒಂದು ಮಗು, അപ്പ എന്ന് വിളിക്കാൻ അറിയാത്ത കുഞ്ഞ്, ಅಪ್ಪ ಎಂಬುದಾಗಿ ಕರೀಲಿಕ್ಕೆ ಆಗದೆ ಇರ್ತಕ್ಕಂಥ ಒಂದು ಮಗುವು, ഭക്ഷണം വേണമെന്ന് പറയാൻ അറിയാത്ത കുഞ്ഞ്, ಅವನು ಊಟ ಬೇಕೆಂಬುದಾಗಿ ಕೇಳಲಿಕ್ಕೆ ಆಗದೆ ಇರ್ತಕ್ಕಂಥ ಒಂದು ಮಗು, അതിന്റെ വായിക്ക് ദൈവം ബലം കൊടുത്തിരിക്കുന്നു. ಅಂತ ಮಗುವಿನ ಬಾಯಿಗೆ ದೇವರು ಒಂದು ಶಕ್ತಿಯನ್ನ ಬಲವನ್ನ ಕೊಟ್ಟಿದ್ದಾನೆ ಎಂಬುದಾಗಿ. ആമേൻ. ಆಮೆನ್. എന്തിനുള്ള ബലമാണ്? ಯಾತಕ್ಕಾಗಿ ಇರುವಂತ ಬಲ? ശത്രുവിന്റെ വായെ അടയ്ക്കാനുള്ള ബലം, ಶತ್ರುವಿನ ಬಾಯನ್ನ ಮುಚ್ಚೋದಕ್ಕಾಗಿರುವಂತ ಬಲ ಎಂಬುದಾಗಿ. ശത്രുവിനെ ഒതുക്കാനുള്ള ബലം, ಶತ್ರುವನ್ನ ಅಡಗಿಸಲಿಕ್ಕೆ ಇರ್ತಕ್ಕಂಥ ಒಂದು ಬಲ, ശത്രുവിന്റെ ചലനശേഷി ഇല്ലാതാക്കാനുള്ള ബലം, ಆ ಒಂದು ಶತ್ರುವಿನ ಆ ಚಲನೆಯನ್ನ ನಿಲ್ಲಿಸೋದಕ್ಕಾಗಿರ್ತಕ್ಕಂಥ ಒಂದು ಬಲ. ആമേൻ. ಆಮೆನ್. ജനിച്ചു വീണ കുഞ്ഞിന്റെ വായ്ക്ക് അത്രയും അധികാരമുണ്ടെങ്കിൽ, ಜನಿಸಿ ಬಂದಂತ ಆ ಚಿಕ್ಕ ಮಗುವಿಗೆ ಅಷ್ಟು ಅಧಿಕಾರ ಇದೆ ಅನ್ನೋದಾದ್ರೆ, വീണ്ടും ജനനം പ്രാപിച്ചൊരു ദൈവ പൈതലിന്റെ ശക്തി എന്താണ്? ಮತ್ತೆ ಹೊಸದಾಗಿ ಹುಟ್ಟಿ ಬಂದಂತ ಒಬ್ಬ ದೇವ ಮಗುವಿನ ಶಕ್ತಿ ಇನ್ನೆಷ್ಟಿರಬಹುದು? ഹല്ലേലൂയ. വീണ്ടും ജനനം പ്രാപിച്ചൊരു ഒരു ദൈവ പൈതലിന്റെ ശക്തി എന്താണ്? ಇನ್ನು ಮತ್ತೆ ಹೊಸದಾಗಿ ಹುಟ್ಟಿ ಬಂದಿರತಕ್ಕಂತ ಒಬ್ಬ ದೇವ ಮಗುವಿನ ಶಕ್ತಿ ಇನ್ನೆಷ್ಟು? നിങ്ങൾ ഒന്നിനോട് പോകാൻ പറഞ്ഞാൽ അത് പോയിരിക്കും. ನೀನೊಂದು ವೇಳೆ ಹೋಗು ಅಂತ ಹೇಳೋದಾದ್ರೆ ಅದು ಹೋಗುತ್ತೆ. നിങ്ങൾ ഒന്നിനോട് വരാൻ പറഞ്ഞാൽ വന്നിരിക്കും. ನೀನೊಂದು ವೇಳೆ ಬಾ ಎಂಬುದಾಗಿ ಕರೆದ್ರೆ ಅದು ಬಂದೇ ಬರುತ್ತೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ಹಾಗಾಗಿ ಇದನ್ನ ನಾವೇನ್ ಮಾಡ್ಬೇಕು? ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಪ್ರಾಕ್ಟೀಸ್ ಮಾಡ್ಬೇಕು, ಅಭ್ಯಾಸ ಮಾಡ್ಬೇಕು. അപ്പോൾ ദൈവത്തിന്റെ അധികാരം എക്സസൈസ് ചെയ്യാനുള്ളതാണ് നമ്മുടെ വായ. ಹಾಗಾಗಿ ದೇವರ ಅಧಿಕಾರವನ್ನ ಅಭ್ಯಾಸ ಮಾಡ್ಲಿಕ್ಕಾಗಿ ಇರುವಂತದ್ದಾಗಿದೆ ನಮ್ಮ ಬಾಯಿ. ഈ വായിൽ നിന്ന്, ಈ ಬಾಯಿನಿಂದ യോഗ്യമല്ലാത്ത ശബ്ദങ്ങൾ വരരുത്. ಯೋಗ್ಯವಲ್ಲದ ಶಬ್ದಗಳು ಬರಬಾರದು. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಆಮೆನ್. ആമേൻ പറഞ്ഞില്ല. ಹೇಳ್ರಿ ಒಂದ್ಸರಿ ಆಮೆನ್ ಅಂತ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇതൊരു പ്രവാചകന്റെ അല്ലെങ്കിൽ ഒരു പ്രവാചകിയുടെ വായാണ്. ಇದೊಂದು ಪ್ರವಾದಿಯ ಅಥವಾ ಪ್ರವಾದಿನಿಯ ಬಾಯಾಗಿದೆ. ಹಲ್ಲೆಲೂಯ. അല്ല, ನಿಮ್ಮ ಬಗ್ಗೆ ಏನು ಹೇಳ್ತಾರೆ? ಹಲ್ಲೆಲೂಯ. അല്ലേ? ಹೌದಲ್ವೋ? ಹೌದಲ್ವೋ? നിങ്ങളുടെ വായ് പ്രവാചകയുടെ വായാണോ? ನಿಮ್ಮ ಬಾಯಿ ಕುರಿತಾಗಿ ಹೇಳ್ತಾರೆ, ಅರ್ಥ ಆಗ್ತದೆಯಾ? പ്രവാചകിയുടെ വായാണോ? ನಿಮ್ಮ ಬಾಯಿ ಒಂದು ಪ್ರವಾದಿನಿಯ ಬಾಯ? നിങ്ങളുടേതൊരു പ്രവാചകന്റെ വായാണോ? ನಿಮ್ಮ ಬಾಯಿ ಪ್ರವಾದಿಯ ಬಾಯ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പ്രവാചകന്റെ പ്രവാചകിയുടെ നാവെന്ന് പറയുന്നത് ദൈവത്തിന്റെ നാവാണ്. ಒಂದು ಪ್ರವಾದಿಯ ಬಾಯಿ ಅಥವಾ ಪ್ರವಾದಿನಿಯ ಬಾಯಿ ಎಂಬುದಾಗಿ ಹೇಳೋದಾದ್ರೆ ಅದು ದೇವರ ಬಾಯಾಗಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് പകരം സംസാരിക്കാനാണ് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. ದೇವರಿಗೆ ಬದಲಾಗಿ ಮಾತನಾಡೋದಕ್ಕಾಗಿನೇ ಈ ದೇವರು ನಮಗೆ ಪ್ರವಾದಿ ಮತ್ತು ಪ್ರವಾದಿನಿ ಎಂಬುದಾಗಿ ಹೇಳಿರುವಂತದ್ದು. ഹല്ലേലൂയ. 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 അങ്ങനെയുള്ള നമ്മുടെ നാവിൽ നിന്ന് ಆ ರೀತಿಯಾಗಿರ್ತಕ್ಕಂಥ ನಮ್ಮ ಬಾಯಿಯ ಮೂಲಕವಾಗಿ എങ്ങനത്തെ വാക്കുകളാണ് പുറത്തു വരേണ്ടത്? ಎಂತ ಮಾತುಗಳು ಆಚೆ ಬರ್ತಾ ಇದ್ದಾವೆ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മൾ പുറത്തിറങ്ങിയ ഭയങ്കര ഡീസന്റ് ആണ്. ನಾವು ಹೊರಗಡೆ ಇದ್ದಾಗ ಬಹಳ ಡೀಸೆಂಟ್ ಆಗಿರ್ತೀವಿ, പക്ഷെ വീട്ടിൽ ഭയങ്കര മോശമാണ്. ಆದರೆ ಮನೆಯ ಒಳಗಡೆ ಬಹಳ ಮೋಸ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്തൊക്കെയാ നമ്മൾ സംസാരിക്കുക? ಮನೆಯ ಒಳಗಡೆ ನಾವು ಮಾತಾಡೋ ಮಾತುಗಳು ಎಂಥ ಮಾತುಗಳು ಒಂದ್ಸರಿ ಯೋಚನೆ ಮಾಡ್ರಿ. ഭാര്യയുടെ അടുത്ത് എന്തൊക്കെയാ സംസാരിക്കുക? ನಾವು ಹೆಂಡತಿಯ ಸಂಗಡ ಹೇಗೆ ಮಾತಾಡ್ತೀವಿ?
ഭർത്താവിന്റെ അടുക്കൽ എന്തൊക്കെയാ സംസാരിക്കുക? ನಾವು ಗಂಡನ ಬಗ್ಗೆ ಗಂಡನ ಹತ್ರ ಹೇಗೆ ಮಾತಾಡ್ತೀವಿ പറയണ്ട, ಅದನ್ನ ನಾನು ಹೇಳ್ತಾ ಇಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ലൈസൻസ് ഇല്ലാതെ നമ്മൾ സംസാരിക്കും. ಲೈಸೆನ್ಸ್ ಇಲ್ಲದೆ ನಾವು ಮಾತನಾಡ್ತಾ ಇದ್ದೀವಿ. മക്കളുടെ അടുത്ത് എങ്ങനെയാ നമ്മൾ സംസാരിക്കുന്നത്? ಮಕ್ಕಳನ್ನು ನೋಡಿ ನಾವು ಮಕ್ಕಳನ್ನ ಹೇಗೆ ಮಾತಾಡ್ತೀವಿ? അവനെ ഈ കാലഘട്ടത്തെ അസാധാരണമായി ചലിപ്പിക്കേണ്ട നാവാണ് നമ്മുടെ നാവ്. ಈ ಒಂದು ಕಾಲಮಾನಗಳಲ್ಲಿ ಅಸಾಧಾರಣವಾಗಿ ಚಲಿಸ್ಲಿಕ್ಕಾಗಿರ್ತಕ್ಕಂಥ ಬಾಯಾಗಿದೆ ನಮಗೆ ದೇವರು ಕೊಟ್ಟ ಬಾಯಿ ಮಾತು. അവൻ ഈ വായേ ಆದ್ರೆ ಈ ಬಾಯ ಮೂಲಕವಾಗಿ ಯೋಗ್യമല്ലാത്ത നിലകളിൽ നമ്മൾ ഉപയോഗിക്കരുത്. ಯೋಗ್ಯತೆ ಇಲ್ಲದೆ ಇರ್ತಕ್ಕಂಥ ಅಯೋಗ್ಯವಾದಂತಹ ರೀತಿಯಲ್ಲಿ ಇದನ್ನು ಬಳಸಬಾರದು. ಆಮೆನ್. ಆಮೆನ್. നമ്മൾ യോബിന്റെ പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ ನಾವು ಯೋಬನ ಪುಸ್ತಕ 1ನೇ ಅಧ್ಯಾಯವನ್ನು ಓದುವಾಗ അവിടെ സ്വർഗ്ഗത്തിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. ಅಲ್ಲಿ ಸ್ವರ್ಗದಲ್ಲಿ ಒಂದು ಸಂಭಾಷಣೆ ಉಂಟಾಗ್ತಾ ಇದೆ. ആരൊക്കെ തമ്മിലാണ് സംഭാഷണം? ಆ ಒಂದು ಸಂಭಾಷಣೆಯಲ್ಲಿ ಯಾರೆಲ್ಲ ಇದ್ದಾರೆ? ദൈവവും ದೇವರು, പിന്നെ ആരുമായിട്ടാ സംഭാഷണം? പിശാച് തമ്മിൽ സംഭാഷണം. ದೇವರು ಮತ್ತೆ ಸೈತಾನನ ನಡುವೆ ಇರತಕ್ಕಂಥ ಒಂದು ಸಂಭಾಷಣೆ. എന്താണ് ആ സംഭാഷണത്തിൽ പറയുന്നത്? ಅಲ್ಲಿ ಏನ್ ನಡೀತಾ ಇದೆ ಆ ಒಂದು ಸಂಭಾಷಣೆಯಲ್ಲಿ? പിശാച് പറഞ്ഞ ഒറ്റ കാര്യം, ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നു. നിങ്ങൾ പല വാക്യങ്ങളാ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ಆ 1 ಮತ್ತೆ 2ನೇ ಅಧ್ಯಾಯ ಓದುವಾಗ ಅನೇಕ ರಹಸ್ಯಗಳಿದ್ದಾವೆ. അവൻ അവിടെ പല പ്രാവശ്യം ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്കുണ്ട്. ಅಲ್ಲಿ ಪದೇ ಪದೇ ರಿಪೀಟ್ ಮಾಡಿರ್ತಕ್ಕಂಥ ಒಂದು ಶಬ್ದವಿದೆ. പിശാച് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ಸೈತಾನನು ದೇವರೊಟ್ಟಿಗೆ ಹೇಳಿದ ಒಂದು ಮಾತಿದೆ. ഈ ಯೋಬನು തന്റെ നാവ് കൊണ്ട് ತನ್ನ ನಾಲಿಗೆಯ ಮೂಲಕವಾಗಿ നിന്നെ തള്ളി പറയും, ನಿನ್ನನ್ನ ತಳ್ಳಿ ಹೇಳ್ತಾನೆ ಎಂಬುದಾಗಿ. ಆಮೆನ್. ಆಮೆನ್. അവൻ യോഗ്യമല്ലാതെ സംസാരിക്കും. ಅವನು ಯೋಗ್ಯವಲ್ಲದೆ ಇರ್ತಕ್ಕಂಥ ಅಯೋಗ್ಯವಾದ ಮಾತುಗಳು ಮಾತನಾಡ್ತಾನೆ. ആമെൻ. ಆಮೆನ್. ആര് തമ്മിൽ പറയുന്നതാണ്? ಇದು ಯಾರ ಕುರಿತಾಗಿ ಹೇಳ್ತಾ ಇರುವಂಥದ್ದು? ദൈവവും ದೇವರು പിശാച് തമ്മിൽ സംസാരിക്കുന്നതാണ്. ಸೈತಾನನು ಅವರಿಬ್ಬರು ಮಾತನಾಡ್ಕೊಳ್ತಿರೋ ಮಾತುಗಳು. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഈ യോബ് ഇത് അറിഞ്ഞിട്ടുണ്ടോ? ಇದು ಯೋಬನಿಗೆ ಗೊತ್ತಾ? യോബിനറിയില്ല. ಇದು ಯೋಬನಿಗೆ ಗೊತ್ತಿಲ್ಲ. ഈ യോബിന്റെ ജീവിതത്തിൽ വന്ന സകല പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്നറിയോ? ಈ ಯೋಬನ ಜೀವಿತದಲ್ಲಿ ಬಂದಂತ ಎಲ್ಲ ಸಮಸ್ಯೆಗಳ ಕಾರಣ ಏನು ಗೊತ್ತಾ? ഒറ്റയൊരു റീസണ് വേണ്ടിയാണ്. ಒಂದೇ ಒಂದು ಕಾರಣಕ್ಕಾಗಿ ഈ യോബിന്റെ വായിൽ നിന്ന്, ಈ ಯೋಬನ ಬಾಯಿನ ಮೂಲಕವಾಗಿ യോഗ്യമല്ലാത്തൊരു വാക്ക് പുറത്തു വരണം. ಅಯೋಗ್ಯವಾದ ಆ ಮಾತು ಆಚೆ ಬರಬೇಕು ಎಂಬುದಾಗಿ. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനൊരു വാക്ക് പറയാം. ಹಾಗಾಗಿ ನನ್ನ ಸಹೋದರರೊಟ್ಟಿಗೆ ನಾನು ಬಹಳ ಯಥಾರ್ಥವಾಗಿ ಒಂದು ಮಾತನ್ನು ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ. നമ്മൾ അറിയാത്തൊരു മേഖലയിൽ, ನಮಗೆ ಗೊತ್ತಿಲ್ಲದೆ ಇರತಕ್ಕಂಥ ಒಂದು ಮಂಡಲದಲ್ಲಿ വലിയ ഒരു എന്താ പറയുന്നത് ഒരു ബെറ്റ് നടന്നുകൊണ്ടിരിക്കുക. ನಮಗೆ ಗೊತ್ತಿಲ್ಲದೆ ಇರತಕ್ಕಂಥ ಒಂದು ಮಂಡಲದಲ್ಲಿ ನಮಗೆ ಗೊತ್ತಿಲ್ಲದೆ ಇರತಕ್ಕಂಥ ರೀತಿಯಲ್ಲಿ ಒಂದು ಬೆಟ್ಟಿಂಗ್ ಅನ್ನೋದು ಒಂದು ಕಡೆ ನಡೀತಾ ಇದೆ. എന്താ ബെറ്റ് എന്നറിയാമോ? ಆ ಒಂದು ಬೆಟ್ಟಿಂಗ್ ಅಂದ್ರೆ ಏನು ಗೊತ್ತಾ? സാജൻ പാസ്റ്റർ ಯೋಗ್യമല്ലാത്ത നിലയിൽ സംസാരിക്കും. ಸಾಜನ್ ಪಾಸ್ಟ್ರು ಅಯೋಗ್ಯವಾಗಿ ಮಾತನಾಡ್ತಾರೆ ಎಂಬುದಾಗಿ. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. ಅದನ್ನ ಕೇಳೋದಕ್ಕಾಗಿ ಇಷ್ಟಪಡುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ ಇದ್ದಾನೆ. ആരാണത്? ಅದು ಯಾರು? പറഞ്ഞേ, ആരാണത്? ಹೇಳ್ರಿ, ಯಾರು? ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകലിൽ നമ്മൾ മനസ്സിലാക്കണം, ಹಾಗಾಗಿ ಈ ಹಗಲೊತ್ತು ನಾವು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಬೇಕು, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സകല സാഹചര്യങ്ങളുടെ പിന്നിലും, ನಮ್ಮನ್ನ ಇರಿಟೇಟ್ ಮಾಡುವಂತ ಎಲ್ಲ ಪರಿಸ್ಥಿತಿಗಳ ಹಿಂದೆ ഒരു സാത്താന്യ ശക്തിയുണ്ട്. ಒಂದು ಸೈತಾನನ ಶಕ್ತಿ ಇದೆ. ഞാൻ ഒരു റെവലേഷനാ പറയുന്നത്. ನಾನು ನಿಮಗೆ ಹೇಳ್ತಿರೋದು ಒಂದು ಪ್ರಕಟಣೆ. ആമേൻ. ಆಮೆನ್. എന്തിനാണ് ആ ശക്തികൾ ശ്രമിക്കുന്നതെന്ന് അറിയാമോ? ಆ ಒಂದು ಶಕ್ತಿಗಳು ಯಾತಕ್ಕಾಗಿ ಪ್ರಯಾಸ ಪಡ್ತಾ ಇದಾವೆ ಗೊತ್ತಾ? നിന്റെ വായിൽ നിന്ന് ಯೋಗ್യമല്ലാത്തൊരു ശബ്ദം പുറത്തു വരണം. ನಿನ್ನ ಬಾಯ ಮೂಲಕವಾಗಿ ಅಯೋಗ್ಯವಾದ ಒಂದು ಮಾತು ಆಚೆ ಬರಬೇಕೆಂಬುದಾಗಿ. ಆಮೇಲೆ ചില സമയത്ത് ഭാര്യ ഭയങ്കര സ്നേഹമായിരിക്കും. ಕೆಲವು ಸಾರಿ ಆ ಹೆಂಡತಿ ಬಹಳ ಪ್ರೀತಿಯಿಂದ ಇರ್ತಾಳೆ. ಆಮೇಲೆ ചില സമയത്ത് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ಕೆಲವು ಸಾರಿ ಬಹಳ ಭಯಂಕರ ಕರಕರೆ ಆಗಿರ್ತಾಳೆ. ഈ ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ಈ ರೀತಿಯಾಗಿ ಏನು ಕರ್ಕರೆ ಆಗುವಾಗ ನಾವು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಬೇಕು. എന്താ മനസ്സിലാക്കട്ടെ? ಏನು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಬೇಕು ಹೇಳ್ರಿ? ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ಅದರ ಹಿಂದೆ ಯಾವುದೋ ಒಂದು ಮಂಡಲ ಕೆಲಸ ಮಾಡ್ತಾ ಇದೆ. ആമേൻ. ಆಮೆನ್. നമ്മളിലേക്ക് പ്രവേശിപ്പാനുള്ള
പിശാചിന്റെ ഈസി വേ എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ്. ನಮ್ಮ ಒಳಗಡೆ ಸೈತಾನನು ಬಹಳ ಈಸಿಯಾಗಿ ಪ್ರವೇಶ ಮಾಡಲಿಕ್ಕೆ ಉಪಯೋಗಿಸುವಂಥ ಒಂದು ಮಾರ್ಗ ಯಾವುದಂದ್ರೆ ನಮ್ಮ ಗಂಡ ಅಥವಾ ನಮ್ಮ ಹೆಂಡತಿ. ആമേൻ. ಹಲ್ಲೆಲೂಯಾ. കാരണം നമ്മളൊരു കവനന്റിനാണ് ഉള്ളത്. ಯಾಕೆಂದ್ರೆ ನಾವಿಬ್ರು ಒಂದು ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಇರುವಂಥದ್ದು. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. പക്ഷെ ഭാര്യ ചില സമയത്ത് ഉടക്കി കഴിഞ്ഞാല്, ಆದರೆ ಹೆಂಡತಿ ಬಂದು ಒಂದು ವೇಳೆ ಎದುರಾಗಿ ನಿಂತ್ಕೊಂಡು ಗಲಾಟೆ ಮಾಡ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದ್ರೆ നമുക്കൊന്നും പറയാനുണ്ടാവും. ಏನು ಮಾಡ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. നമ്മുടെ ശക്തിയൊക്കെ ചോർന്നു പോകും. ಎಲ್ಲ ಶಕ್ತಿ ಪೂರ್ತಿ ಕಂಪ್ಲೀಟ್ ಆಗಿ ಇಲ್ಲದೆ ಹೋಗ್ಬಿಡುತ್ತೆ. പിശാചിനറിയാം ആരെയാണ് ഉപയോഗിക്കേണ്ടത്. ಸೈತಾನನಿಗೆ ಬಹಳ ಚೆನ್ನಾಗಿ ಗೊತ್ತು ಯಾರನ್ನು ಉಪಯೋಗಿಸ್ಬೇಕೆಂಬುದಾಗಿ. ആമേൻ. ಆಮೆನ್. ചില സമയത്ത് ഭർത്താവ് ഭയങ്കരമായിട്ട് ചൊറിയും. ಕೆಲವು ಸಾರಿ ಗಂಡ ಭಯಂಕರವಾಗಿ ಸಮಸ್ಯೆ ಮಾಡ್ತಾನೆ. പ്രാർത്ഥിക്കുന്ന നീ മനസ്സിലാക്കണം, ಪ್ರಾರ್ಥಿಸುವ ನೀನು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಬೇಕು. ഒരു വ്യാപാര ശക്തി വീടിന്റെ അകത്ത് ഇങ്ങനെ വ്യാപരിക്കുക. ಕೆಡಿಸುವಂತ ಯಾವುದೋ ಒಂದು ಶಕ್ತಿ ಅಲ್ಲಿ ವ್ಯವಹಾರ ಮಾಡಿ ಏನೋ ಕಾರ್ಯ ಮಾಡ್ತಾ ಇದೆ ಹಿಂದೆ ಎಂಬುದಾಗಿ ನೀನು ತಿಳ್ಕೋಬೇಕು. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ಒಂದೇ ಉದ್ದೇಶ ಇದೆ, നിന്റെ കൃപ ചോർത്തി കളയണം. ನಿನ್ನ ಆ ಕೃಪೆಯನ್ನು ಸೋರುವ ಹಾಗೆ ಮಾಡಿ ಇಲ್ಲದೆ ಮಾಡಬೇಕು. ആമേൻ. ഹല്ലേലൂയ. 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 അതുകൊണ്ട് നാളെ മുതൽ ഭാര്യ പ്രശ്നം ഉണ്ടാക്കിയാല്, ಹಾಗಾಗಿ ಇವತ್ತು ಮೊದಲುಗೊಂಡು ಹೆಂಡತಿ ಒಂದು ವೇಳೆ ಸಮಸ್ಯೆ ಉಂಟು ಮಾಡ್ತಾ ಇದ್ರೆ അവള് മിണ്ടാതിരിക്കണം. ನಾವು ಮಾತನಾಡದೆ ಸೈಲೆಂಟ್ ಆಗಿರಬೇಕು. ഹല്ലേലൂയ. 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 ഭർത്താവ് നമ്മളെ ചൊറിയുകയാണെങ്കിൽ, ಒಂದು ವೇಳೆ ಗಂಡ ನಮಗೆ ಸಮಸ್ಯೆ ಉಂಟು ಮಾಡ್ತಾ ಇದ್ರೆ, മക്കള് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ, ಮಕ್ಕಳು ಬಂದು ಇರಿಟೇಷನ್ ಉಂಟು ಮಾಡ್ತಾ ಇದ್ರೆ, ആത്മാവിന്റെ കണ്ണ് തുറന്ന് നീ ചുറ്റുമൊന്ന് നോക്കണം. ಆತ್ಮಿಕ ಕಣ್ಣುಗಳನ್ನು ತೆರೆದು ಸುತ್ತಲೂ ಒಂದು ಸಾರಿ ನೋಡಬೇಕು. കണ്ണ് തുറന്നാൽ നീ കാണും. ಆ ಕಣ್ಣು ತೆರೆಯಲ್ಪಟ್ರೆ ನೀನು ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. ആമേൻ. തല പൊക്കി നിൽക്കുന്ന സർപ്പശക്തികളെ നിനക്ക് കാണാൻ കഴിയും. ಆ ತಲೆ ಎತ್ತಿ ನಿಂತಿರ್ತಕ್ಕಂಥ ಆ ಸರ್ಪದ ಶಕ್ತಿಗಳನ್ನ ನೀನು ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. ആമേൻ. ഈ സർപ്പമാണ് ഹവ്വയെ ഉപായത്താൽ ചതിച്ചത്. ಆ ಒಂದು ಸರ್ಪವೇ ಅವಳನ್ನ ಉಪಾಯದ ಮೂಲಕವಾಗಿ ವಂಚಿಸಿದ್ದು. ആമേൻ. അത് നിന്റെ കുടുംബത്തിലേക്കും പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. ಆ ಒಂದು ಸರ್ಪವೇ ನಿನ್ನ ಕುಟುಂಬದ ಒಳಗಡೆ ಪ್ರವೇಶ ಮಾಡ್ಲಿಕ್ಕೆ ಅದು ಪ್ರಯಾಸ ಪಡ್ತಾ ಇದೆ. ആത്മാവിന്റെ കണ്ണിൽ നീ അത് കണ്ടിട്ടുണ്ടെങ്കിൽ, ಆತ್ಮದ ಕಣ್ಣಲ್ಲಿ ನೀನು ಅದನ್ನ ನೋಡಿರುವುದಾದ್ರೆ, ആമേൻ, നിന്റെ അധികാരത്തിൽ നീ എഴുന്നേൽക്കണം. ನೀನು ನಿನ್ನ ಅಧಿಕಾರದಲ್ಲಿ ಎದ್ದು ನಿಲ್ಲಬೇಕು. ആമേൻ. എന്നിട്ട് നീ ഇപ്രകാരം പറയണം, ಎದ್ದು ನಿಂತು ನೀನು ಈ ರೀತಿಯಾಗಿ ಹೇಳಬೇಕು, എന്റെ മേലൊരു അധികാരം വ്യാപരിക്കുന്നു. ನನ್ನ ಮೇಲೆ ಒಂದು ಅಧಿಕಾರ ವ್ಯಾಪಾರವಾಗಿದೆ. എന്തിനുള്ള അധികാരമാണ് എന്റെ മേൽ വ്യാപരിക്കുന്നത്? ಯಾತಕ್ಕಾಗಿ ಅಧಿಕಾರ ನಮ್ಮ ಮೇಲೆ ಸುರಿಯಲ್ಪಟ್ಟಿದೆ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും, ಆ ಸರ್ಪದ ಸಕಲ ಬಲಗಳನ್ನ ತುಳಿಯೋದಕ್ಕಾಗಿ. ആമേൻ. ആ അധികാരം എന്റെ മേൽ വ്യാപരിക്കുന്നു. ಆ ಅಧಿಕಾರ ನನ್ನ ಮೇಲೆ ಇದೆ. ഹല്ലേലൂയ. ഒറ്റ വാക്ക് പറഞ്ഞു നോക്ക്. ಆ ಒಂದು ಮಾತು ಹೇಳಿ ನೋಡು. കുടുംബത്തിന്റെ അന്തരീക്ഷം ചേഞ്ച് ആകുന്നത് നിനക്ക് കാണാൻ ಆ കഴിയും. ಕುಟುಂಬದ ವಾತಾವರಣ ಚೇಂಜ್ ಆಗೋದನ್ನ ನೀನು ಸಾಕ್ಷ್ಯಕರಿಸ್ತೀಯ. ആമേൻ. ಆಮೆನ್. വചനം പറയുന്നു, ವಾಕ್ಯ ಹೇಳುತ್ತೆ, ജീവനും മരണവും നമ്മുടെ നാവിന്റെ അധികാരത്തിലാണ്. ಜೀವ ಮರಣಗಳು ನಮ್ಮ ನಾಲಿಗೆಯ ವಶದಲ್ಲಿದ್ದಾವೆ. എല്ലാരും ഒന്ന് പറഞ്ഞേ, ജീവനും മരണവും. ಎಲ್ಲರೊಟ್ಟಾಗಿ ಹೇಳ್ರಿ, ಜೀವ ಮರಣಗಳು ನಾಲಿಗೆಯ ವಶ. അറിയാം അല്ലേ? ಎಲ್ಲರಿಗೂ ಗೊತ್ತಲ್ಲ. എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് സംസാരിക്കണത്? ಆದರೂ ಕೂಡ ನಾವು ಅತಿ ಹೆಚ್ಚಾಗಿ ಮಾತಾಡೋ ಮಾತುಗಳು ಎಂಥ ಮಾತುಗಳು? എന്താണ് നമ്മൾ സംസാരിക്കുന്നത്? ಏನ್ ನಾವು ಮಾತನಾಡ್ತಾ ಇರೋದು ಅನೇಕ ಸಾರಿ? നമ്മൾ ജീവൻ സംസാരിച്ചാൽ ജീവൻ ഉണ്ടാകും. ನಾವು ಜೀವವನ್ನ ಮಾತನಾಡಿದ್ರೆ ಜೀವ ಉಂಟಾಗುತ್ತೆ. മരണം സംസാരിച്ചാൽ മരണം ഉണ്ടാകും. ಮರಣವನ್ನ ಮಾತನಾಡಿದ್ರೆ ಮರಣ ಉಂಟಾಗುತ್ತೆ. ആമേൻ. ಆಮೆನ್. നമ്മുടെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളെ നോക്കി, ನಮ್ಮ ಜೀವಿತದ ಎಲ್ಲ ಪರಿಸ್ಥಿತಿಗಳನ್ನ ನೋಡಿ ജീവൻ സംസാരിക്കണം. ನಾವು ಜೀವವನ್ನ ಮಾತನಾಡುವವರಾಗಿರಬೇಕು. ഹല്ലേലൂയ. 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 നമ്മുടെ ശരീരത്തെ നോക്കി മരണം സംസാരിക്കരുത്, നെഗറ്റീവ് സംസാരിക്കരുത്. ನಮ್ಮ ಶರೀರವನ್ನ ನಾವು ನೋಡಿಕೊಂಡು ಮರಣವನ್ನ ನೆಗೆಟಿವ್ ಅನ್ನ ನಾವು ಮಾತನಾಡಬಾರದು. ആമേൻ. ಆಮೆನ್. നമ്മുടെ ഭാര്യയെ നോക്കി ആമേൻ നെഗറ്റീവ് സംസാരിക്കരുത്. ನಮ್ಮ ಹೆಂಡತಿಯನ್ನ ನೋಡಿ ನಾವು ನೆಗೆಟಿವ್ ಆಗಿ ಮಾತನಾಡಬಾರದು. ആമേൻ. ಆಮೆನ್. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നെഗറ്റീവ് സംസാരിക്കരുത്. ನಮ್ಮ ಮಕ್ಕಳನ್ನ ನೋಡಿ ನೆಗೆಟಿವ್ ಆಗಿ ನಾವು ಮಾತನಾಡಬಾರದು. നമ്മുടെ ഫൈനാൻസിനെ നോക്കി നെഗറ്റീവ് സംസാരിക്കരുത്. ನಮ್ಮ ಹಣಕಾಸುಗಳನ್ನ ನೋಡಿ ನಾವು ನೆಗೆಟಿವ್ ಆಗಿ ಮಾತನಾಡಬಾರದು. ചർച്ചിലെ വിശ്വാസികളെ നോക്കി നെഗറ്റീവ് സംസാരിക്കരുത്. ಚರ್ಚಲ್ಲಿ ವಿಶ್ವಾಸಿಗಳನ್ನ ನೋಡಿ ನಾವು ನೆಗೆಟಿವ್ ಆಗಿ ಮಾತನಾಡಬಾರದು. ആമേൻ. ಆಮೆನ್. കണ്ണിന് മുമ്പിൽ കാണുന്നത് നെഗറ്റീവ് ആയിരിക്കും. ನಮ್ಮ ಕಣ್ಣು ಮುಂದೆ ಕಾಣುವಂತ ವಿಷಯ ನೆಗೆಟಿವ್ ಆಗಿರಬಹುದು. പക്ഷെ അതിനെ നോക്കി
ജീവൻ സംസാരിപ്പാൻ ദൈവം നമ്മളെ ಆದರೆ വിളിച്ചിരിക്കുന്നു. ಅದನ್ನ ನೋಡಿ ಜೀವವನ್ನ ಮಾತನಾಡೋದಕ್ಕಾಗಿ ದೇವರು ನನ್ನನ್ನು ನಿನ್ನನ್ನು ಕರೆದಿರುವಂತದ್ದು. കരങ്ങളെ തട്ടി കർത്താവിന് സ്തോത്രം. ಕರಗಳನ್ನು ತಟ್ಟಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ സ്റ്റുഡൻസിന്റെ ഇടയിൽ സേവ ചെയ്യുന്നൊരു ദൈവദാസനാണ്. ನಾನು ವಿದ್ಯಾರ್ಥಿಗಳ ನಡುವೆ ಸೇವೆ ಮಾಡುವಂತ ಒಬ್ಬ ದೇವ ಸೇವಕನು. ആമേൻ. ಆಮೆನ್. സന്തോഷമില്ലേ നിങ്ങൾക്ക്? ನಿಮಗೆ ಸಂತೋಷ ಇದೆಯಾ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എത്രയോ കുഞ്ഞുങ്ങളെ രക്ഷിച്ചിട്ടുണ്ടെന്നറിയാം. ಎಷ್ಟು ಜನ ಮಕ್ಕಳನ್ನು ನಾನು ರಕ್ಷಿಸಿದ್ದೇನೆ ಅಂತ ನಿಮಗೆ ಗೊತ್ತಾ? നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമൊന്നുമല്ല ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്നേ. ನಾವು ಹಾದು ಹೋದಂತಹ ಸಮಸ್ಯೆಗಳೆಲ್ಲ ಇವತ್ತಿನ ಮಕ್ಕಳು ಹಾದು ಹೋಗ್ತಾ ಇರುವಂತದ್ದು. ഭയങ്കര പ്രശ്നങ്ങളിലൂടെയാണ് അവരൊക്കെ കടന്നു. ಅನೇಕ ಸಮಸ್ಯೆಗಳ ನಡುವೆ ಇವತ್ತಿನ ವಿದ್ಯಾರ್ಥಿಗಳು ಹಾದು ಹೋಗ್ತಾ ಇರೋದು. ನಾನು വല്ലാണ്ട് പരാജയപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ಬಹಳ ಸೋತು ಹೋಗಿರ್ತಕ್ಕಂಥ ಸೋಲ್ನಲ್ಲಿರ್ತಂಥ ವಿದ್ಯಾರ್ಥಿಗಳನ್ನ ನಾನು ನೋಡಿದ್ದೇನೆ. കോഴ്സ് ഡ്രോപ്പ് ചെയ്യും എന്ന സിറ്റുവേഷനിലെത്തിയ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ಆ ಒಂದು ವಿದ್ಯಾಭ್ಯಾಸವನ್ನ ನಿಲ್ಲಿಸಿ ಬಿಡ್ತೇನೆ ಎಂಬುದಾಗಿರ್ತಕ್ಕಂಥ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ವಿದ್ಯಾರ್ಥಿಗಳನ್ನ ನಾನು ನೋಡಿದ್ದೇನೆ. ആമേൻ. അവരുടെ കറേജ് എല്ലാം പോയി. ಅವರ ಒಂದು ಕಾಲೇಜಿಗೆ ಹೋಗಿ കറേജ്, അവരുടെ ധൈര്യം നഷ്ടപ്പെട്ടു. ಅವರ ಎಲ್ಲ ಧೈರ್ಯ ನಷ್ಟವಾಗಿ പരാജയ ബോധം അവരുടെ ഉള്ളിൽ വ്യാപരിച്ച് ಸೋಲಿನ ಆ ಒಂದು ಮನೋಭಾವ ಅವರಲ್ಲಿ ಆವರಿಸಿ ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് ചിന്തിച്ച കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ಇನ್ಯಾವತ್ತೂ ಎದ್ದೇಳಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ ಎಂಬುದಾಗಿ ಆಲೋಚನೆ ಮಾಡಿರ್ತಕ್ಕಂಥ ಮಕ್ಕಳನ್ನ ನಾನು ನೋಡಿದ್ದೇನೆ. ആമേൻ, ಆಮೆನ್, ആമേൻ, ಆಮೆನ್. എന്നാൽ ಆದರೆ അവർക്കൊക്കെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. ಆದರೆ ಅವರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುವಂತ ಕೆಲವು ತಾಯಂದಿರಿದ್ದರು. ಆಮೆನ್, ആമേൻ, ಹಲ್ಲೆಲೂಯ. അവരുടെ അമ്മമാര്, ಅವರ ತಾಯಂದಿರು അവര് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ಅವರು ಪ್ರಾರ್ಥಿಸುವಂತವರಾಗಿದ್ದರು. ಆಮೆನ್, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. അവരെ കുഞ്ഞിന്റെ പരാജയം കണ്ടിട്ടത്, ಆ ಒಂದು ಮಗುವಿನ ಸೋಲನ್ನು ನೋಡಿ, കർത്താവേ, ಕರ್ತನೇ, എന്റെ ഉദരത്തിൽ തന്ന കുഞ്ഞ് ഒരു പരാജയമല്ല, അതൊരു ജയമാണെന്ന് മാതാവൊക്കെ കൺഫസ് ചെയ്യാൻ തുടങ്ങി. ಆ ತಾಯಂದಿರು ಅವ್ರು ಹೇಳ್ತಾ ಇದ್ರು, ದೇವರೇ, ನೀನು ನನಗೆ ನನ್ನ ಗರ್ಭದಲ್ಲಿ ಕೊಟ್ಟ ಈ ಮಗು ಸೋಲಲ್ಲ, ಅದೊಂದು ಜಯ ಎಂಬುದಾಗಿ ಹೇಳಿ ಅವ್ರು ಯಾವಾಗಲೂ ಅರಿಕೆ ಮಾಡ್ತಾ ಇದ್ರು. ആമേൻ, ಆಮೆನ್. പരാജയത്തിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ಅವರು ಆ ಸೋಲಿಗೆ ನನ್ನ ಮಗುವನ್ನ ಬಿಟ್ಕೊಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. അവര് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ಅವರು ಮೊಣಕಾಲಕ್ಕೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದ್ರು. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തുടങ്ങി. ಅವರ ನಂಬಿಕೆ ಮಾತುಗಳನ್ನ ಮಾತನಾಡ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದ್ರು. സ്വർഗ്ഗത്തിലെ ദൈവം, ಸ್ವರ್ಗದ ದೇವರು പരാജയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് തലമുറകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, ಆ ಸೋಲಿನ ಆಳಗಳಿಂದ ಆ ಮಕ್ಕಳನ್ನ ಮೇಲಕ್ಕೆ ತೆಗೆದುಕೊಂಡು ಬರಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. മരണം നമ്മുടെ നാവിൽ ഉണ്ടാകരുത്. ನಮ್ಮ ನಾಲಿಗೆಯಲ್ಲಿ ಮರಣ ಉಂಟಾಗಬಾರದು. അവൻ നമ്മുടെ നാവിന്റെ ഉള്ളിൽ ജയത്തിന്റെ വാക്കുകൾ എപ്പോഴും ഉണ്ടാകണം. ನಮ್ಮ ಒಂದು ನಾಲಿಗೆಯ ಮೇಲೆ ಯಾವಾಗಲೂ ಜಯದ ಮಾತುಗಳೇ ಇರಬೇಕು. ആമേൻ, ಆಮೆನ್, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അവൻ എസെക്കിയേലിനോട് ദൈവം പറഞ്ഞു. ಯೆಹೆಜ್ಕೇಲನಿಗೆ ದೇವರು ಹೇಳಿದ್ದು എന്താണ് പറഞ്ഞത്? ಏನಂತ ಹೇಳಿದ್ದು? ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കണം. ಈ ಒಂದು ಎಲುಬುಗಳನ್ನು ನೋಡಿ ಪ್ರವಾದಿಸು. നമ്മളോട് പറഞ്ഞ നമ്മൾ എന്താ പറയാ? ನಮ್ಮೊಟ್ಟಿಗೆ ಹೇಳಿದ್ರೆ ನಾವೇನಂತ ಹೇಳ್ತಾ ಇದ್ವಿ? ജീവനോടിരിക്കുന്നതിനോട് പ്രവചിക്കാൻ എനിക്കറിയില്ല. ಈ ಬದುಕಿರೋರಿಗೆ ಮಾತನಾಡ್ಲಿಕ್ಕೆ ಪ್ರವಾದನೆ ಮಾಡ್ಲಿಕ್ಕೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ. എന്നിട്ട് ഈ അസ്ഥികളോട് ഞാൻ എന്ത് പറയാ? ಸತ್ತೋಗ್ರೆ ಎಲುಬುಗಳ ಸಂಗಡ ಏನ್ ಮಾತನಾಡ್ಲಿ ಪ್ರವಾದನೆ? ആമേൻ, ಆಮೆನ್. അത് നോക്കുമ്പോ തന്നെ നമുക്ക് ടെൻഷൻ ആവും. ಅದನ್ನ ನೋಡುವಾಗ್ಲೇ ನಮಗೆ ಟೆನ್ಷನ್ ಆಗ್ಬಿಡುತ್ತೆ. ഒന്നാണെങ്കിൽ എന്തെങ്കിലും പറയാം, ಒಂದು ನಾವೇನೋ ಬೇಕಾದ್ರೆ ಏನಂದ್ರೆ ಅದೆಲ್ಲ ಹೇಳ್ಬಿಡ್ತೀವಿ. ഇത് നോക്കുന്നിടത്ത് മൊത്തം അസ്ഥി. ಇವು ನೋಡುವಾಗ ಬರೀ ಎಲುಬುಗಳೇ. ആമേൻ, ಆಮೆನ್. കുറെ എണ്ണം കിടക്ക്. ಅಲ್ಲಿ ಸುಮಾರು ಇದಾವೆ. ആരുടെന്ന് അറിയത്തില്ല, ಯಾರ್ದಂತ ಗೊತ್ತಿಲ್ಲ, ഏതാണെന്ന് അറിയത്തില്ല. ಏನು ಅಂತ ಗೊತ್ತಿಲ್ಲ. പക്ഷെ ദൈവം പറയുകയാണ്, ಆದ್ರೆ ದೇವ್ರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, നീ അസ്ഥികളെ നോക്കി പ്രവചിക്കണം. ನೀನು ಎಲುಬುಗಳನ್ನು ನೋಡಿ ಪ್ರವಾದಿಸು. ആമേൻ, ಆಮೆನ್, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മൾക്ക് ചർച്ചിനെ നോക്കി ഇതുപോലെ ലൈവായിട്ടുള്ള ഒരു ഗ്രൂപ്പിനോട് പ്രവചിക്കാൻ എളുപ്പമാണ്. ನಮಗೆ ಸಭೆಯನ್ನು ನೋಡಿ ಈ ರೀತಿಯಾಗಿರ್ತಕ್ಕಂಥ ಜನರನ್ನ ನೋಡಿ ಪ್ರವಾದನೆ ಮಾಡ್ಲಿಕ್ಕೆ ಒಂದು ರೀತಿ ಸುಲಭ. എന്നാൽ എസെക്കിയേലിന്റെ അസൈൻമെന്റ്, ಆದ್ರೆ ಯೆಹೆಜ್ಕೇಲನಿಗಿದ್ದಂತ ಆ ಅಸೈನ್ಮೆಂಟ್, ആമേൻ, മരണത്തോട് സംസാരിക്കാനാണ്. ಅವನು ಮರಣದೊಟ್ಟಿಗೆ ಮಾತನಾಡಬೇಕಾಗಿತ್ತು. ഉണങ്ങിയ അവസ്ഥയോട് സംസാരിക്കാനാണ്. ಒಣಗಿದ ಎಲುಬುಗಳ ಸಂಗಡ ಮಾತನಾಡಬೇಕಾಗಿತ್ತು. ചിതറിക്കിടക്കുന്നതിനോട് സംസാരിക്കാനാണ്. ಚೆದರಿ ಹೋಗಿರತಕ್ಕಂಥ ಎಲುಬುಗಳಿಗೆ ಮಾತನಾಡಬೇಕಾಗಿತ್ತು. എന്താണ് ചെയ്യേണ്ടതെന്നും എസെക്കിയേലിന് അറിയത്തില്ല. ಏನು ಮಾಡಬೇಕು ಯೆಹೆಜ್ಕೇಲನಿಗೆ ಗೊತ್ತಿಲ್ಲ. എന്നാൽ തന്റെ വായിൽ വന്ന ശബ്ദം താൻ ഈ അസ്ഥികളെ നോക്കി സംസാരിച്ചപ്പോൾ, ಆದ್ರೆ ಅವನ ಬಾಯಲ್ಲಿ ಬಂದಂತ ಶಬ್ದವನ್ನ ಅವನ ಎಲುಬುಗಳನ್ನು ನೋಡಿ ಮಾತನಾಡುವಾಗ എന്താണ് സംഭവിച്ചത്? ಏನಾಯ್ತಲ್ಲಿ? അസ്ഥികൾ അസ്ഥിയോട് വന്ന് ചേരുവാൻ ಎಲುಬಿಗೆ ಜೋಡಣೆ ಆಗ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. ಹಲ್ಲೆಲೂಯ,
ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്മേൽ മാംസം വന്നു, ಅದರ ಮೇಲೆ ಮಾಂಸವು ಬಂತು, അതിന്മേൽ തൊലി വന്നു, ಅದರ ಮೇಲೆ ನರಗಳು ಚರ್ಮವು ಬಂತು, അതിങ്ങനെ ശവങ്ങളായി കിടക്കുക. ಅವೆಲ್ಲ ಶವಗಳಾಗಿ ಬಿದ್ದವು. ആമേൻ. ಹಲ್ಲೆಲೂಯ. ഇനി എന്താണ് ചെയ്യേണ്ടത് എസെക്കിയേലിന് അറിയില്ല. ಈಗ ಮತ್ತೆ ಏನ್ ಮಾಡ್ಬೇಕು ಯೆಹೆಜ್ಕೇಲನಿಗೆ ಗೊತ್ತಿಲ್ಲ. ദൈവം പറയുകയാണ്, ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, നീ കാറ്റിനെ നോക്കി പ്രവചിക്കുക. ನಿನ್ನ ಶ್ವಾಸವನ್ನು ನೋಡಿ ಪ್ರವಾದಿಸು. ಹಲ್ಲೆಲೂಯ. ഇന്ന് പകലിൽ ചിലരുടെ കൺഫ്യൂഷനെ ദൈവം മാറ്റാനായിട്ട് ಈ പോകുകയാണ്. ಹಗಲಲ್ಲಿ ಕೆಲವರ ಕನ್ಫ್ಯೂಷನ್ಗಳನ್ನ ದೇವರಾತ್ಮನ ತೆಗೆದಾಕ್ತಾ ಇದ್ದಾನೆ. ಹಲ್ಲೆಲೂಯ. അടുത്തത് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ല. ಮುಂದೆ ನೆಕ್ಸ್ಟ್ ನಾನು ಏನ್ ಮಾಡ್ಬೇಕು ಅಂತ ನಿನಗೆ ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരു ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ನಿನ್ನ ಮುಂದೆ ಬಂದು ಈ ರೀತಿಯಾಗಿ ನಿಂತ್ಕೊಂಡಿದೆ, ಈಗ ನೆಕ್ಸ್ಟ್ ಸ್ಟೆಪ್ ಏನ್ ಮಾಡ್ಬೇಕು ನಿನಗೆ ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞു തരും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ದೇವರ ಆತ್ಮನು ನಿಮಗೆ ಹೇಳ್ಕೊಡ್ತಾನೆ ನೆಕ್ಸ್ಟ್ ನೀವು ಏನ್ ಮಾಡಬೇಕು ಎಂಬುದಾಗಿ. ആമേൻ. ಆಮೆನ್. എസെക്കിയേലിനോട് ദൈവം പറഞ്ഞു, ಯೆಹೆಜ್ಕೇಲನಿಗೆ ದೇವರು ಹೇಳಿದ್ದು, എസെക്കിയേലേ, ಯೆಹೆಜ್ಕೇಲನೇ, നീ കാറ്റിനോട് പ്രവചിക്കുക. ನೀನು ಶ್ವಾಸಕ್ಕೆ ಮಾತನಾಡು. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. ഞാനിങ്ങനെ ചിന്തിക്കുക, ನಾನಾದ್ರೆ ಯೋಚನೆ ಮಾಡ್ತಾ ಇದ್ದೆ, ഈ എസെക്കിയേലിനോട് പറയുന്ന ടൈം കൊണ്ട് ദൈവത്തിന് തന്നെ ചെയ്താൽ പോരെ. ಈ ಯೆಹೆಜ್ಕೇಲನಿಗೆ ಹೇಳುವಂತ ಇದೇ ಟೈಮಲ್ಲಿ ದೇವರೇ ಮಾಡಿದ್ರೆ ಸಾಕಾಗ್ತಾ ಇಲ್ಲ. പറ്റില്ല, ദൈവത്തിന് പറ്റില്ല. ದೇವರಿಗೆ ಸಾಧ್ಯ ಇಲ್ವಾ? ഈ എസെക്കിയേലിനെ ഇങ്ങനെ എൻകറേജ് ചെയ്യുന്ന ടൈം കൊണ്ട് ദൈവം അങ്ങ് പറഞ്ഞാൽ പോരെ. ಯೆಹೆಜ್ಕೇಲನಿಗೆ ಈ ತರ ಹೇಳ್ಕೊಟ್ಟು ಉತ್ತೇಜನ ಮಾಡೋ ಅದೇ ಟೈಮಲ್ಲೇ ದೇವರೇ ಮಾಡ್ಬೋದಲ್ಲ, ದೇವ್ರಿಗೆ ಆಗೋದಿಲ್ವಾ? ആകുന്നില്ല, ദൈവം ചെയ്യില്ല. ದೇವರು ಮಾಡೋದಿಲ್ಲ. ദൈവം നമ്മളിലൂടെ മാത്രമേ ചെയ്യൂ. ದೇವರು ನಮ್ಮನ್ನ ಉಪಯೋಗಿಸಿಕೊಂಡು ಮಾತ್ರವೇ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ. ഈ ദേവനഹള്ളിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ಈ ದೇವನ ಹಳ್ಳಿಯಲ್ಲಿ ಏನಾದರೂ ಮಾಡಬೇಕು ಅನ್ನೋದಾದ್ರೆ അവൻ നിങ്ങൾ ചെയ്യണം. ಅದನ್ನ ನೀನೇ ಮಾಡಬೇಕು. ಹಲ್ಲೆಲೂಯ. നല്ലൊരു കൈയൊക്കെ അടി ചെയ്യാൻ ಜೋರಾಗಿ ಚಪ್ಪಾಳೆ ತಟ್ಟೆ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. ഹല്ലേലൂയ. 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 അവൻ ശിമോഗയിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവൻ പ്രിയ ദൈവദാസനിലൂടെ മാത്രമേ ദൈവം ചെയ്യൂ. ಆ ಒಂದು ಯೆಹೆಜ್ಕೇಲನ ಮೂಲಕವಾಗಿ ದೇವರು ಕಾರ್ಯ ಮಾಡಿದ್ರಂದ್ರೆ ಆ ದೇವದಾಸನ ಮೂಲಕವಾಗಿ ಮಾತ್ರ ಅದು ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. ആമേൻ. ಆಮೆನ್. ബൽഗാമിൽ നിന്ന് ദൈവദാസൻ വന്നിട്ടുണ്ട്. ಬೆಳಗಾಮಿಂದ ಪ್ರೀತಿಯ ದೇವ ಸೇವಕರು ಬಂದಿದ್ದಾರೆ. ആമേൻ. ബൽഗാമിൽ ഒരു കാര്യം ചെയ്യാൻ ദൈവം ആലോചിക്കുമ്പോൾ നിങ്ങളെ ദൈവം അവിടെ നോക്കുകയാണ്. ಆ ಒಂದು ಬೆಳಗಾಮಲ್ಲಿ ದೇವರು ಏನಾದರೂ ಒಂದು ಕಾರ್ಯ ಮಾಡ್ಬೇಕಂತ ಆಲೋಚನೆ ಮಾಡಿದ್ರೆ ದೇವರು ಆ ವ್ಯಕ್ತಿಗೋಸ್ಕರ ನೋಡ್ತಾ ಇರ್ತಾರೆ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇനി ഭൂമിയിൽ ദൈവം ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ಇನ್ನು ಭೂಮಿಯಲ್ಲಿ ದೇವರು ಒಂದು ಕಾರ್ಯ ಮಾಡಬೇಕು ಅನ್ನೋದಾದ್ರೆ നമ്മളിലൂടെ മാത്രമേ ദൈവം ചെയ്യൂ. ನಮ್ಮ ಮೂಲಕವಾಗಿ ಮಾತ್ರವೇ ದೇವರು ಮಾಡ್ತಾರೆ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ಅದಕ್ಕಾಗಿನೇ ದೇವರು ನಮ್ಮನ್ನ ಕರೆದಿರುವಂತದ್ದು. അതിനാണ് നമ്മളെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. ಅದಕ್ಕಾಗಿನೇ ದೇವರು ನಮ್ಮನ್ನ ನೇಮಿಸಿರುವಂತದ್ದು. യേശു പറഞ്ഞു, ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ್ದು, സ്വർഗത്തിലും ഭൂമിയിലും ಪರಲೋಕದಲ್ಲಿಯೂ ಭೂಲೋಕದಲ್ಲಿಯೂ സകല അധികാരവും എനിക്ക് തന്നിരിക്കുന്നു. ಎಲ್ಲ ಅಧಿಕಾರ ನನಗೆ ಕೊಡಲ್ಪಟ್ಟಿದೆ. ആ അധികാരം ഞാൻ നിങ്ങൾക്ക് തരികയും ಆ ಅಧಿಕಾರ ನಾನು ನಿನಗೆ ಕೊಡ್ತಾ ಇದ್ದೇನೆ. നിങ്ങൾ പോകുക. ನೀವು ಹೋಗಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആരുടെ അധികാരത്തോടെ നമ്മൾ പോകുന്നത്? ನಾವು ಯಾರ ಅಧಿಕಾರದೊಟ್ಟಿಗೆ ಹೋಗುವಂತದ್ದು? യേശുവിന്റെ അധികാരത്തോടു കൂടി നമ്മൾ ಯೇಸು പോകുന്നത്. ಸ್ವಾಮಿ ಅಧಿಕಾರದೊಟ್ಟಿಗೆ ಹೋಗುವಂತದ್ದು. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ನಾವು ಒಬ್ಬ ವ್ಯಕ್ತಿಯ ಹತ್ರ ಮಾತನಾಡುವಾಗ യേശു സംസാരിക്കുന്നത് പോലെയാണ്. ಯೇಸು ಸ್ವಾಮಿ ಮಾತನಾಡಿದ ಹಾಗೆ ಅದು. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിങ്ങൾ എവിടുന്നാ വന്നേക്കുന്നത്? ഇവരെ ನೀವಿಬ್ರು ಎಲ್ಲಿಂದ ಬರ್ತಿರೋದು? ಬಳ್ಳಾರಿ ಏರಿಯಾ. ബല്ലാരി. അവിടെ വലിയൊരു മൂവ് കർത്താവ് തരാനായിട്ട് പോകും. ಅಲ್ಲೊಂದು ದೊಡ್ಡ ಚಲನೆ ದೇವರ ಆತ್ಮ ನಿಮಗೆ ತರಲಿಕ್ಕಿದ್ದಾನೆ. അവിടെ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യാനാണ് ദൈവം നിങ്ങളെ ആക്കി വെച്ചേക്കുന്നത്. ಆ ಒಂದು ಸ್ಥಳದಲ್ಲಿ ದೇವರನ್ನ ಪ್ರತಿನಿಧಿಸೋದಕ್ಕಾಗಿ ದೇವರು ನಿಮ್ಮನ್ನು ನಿಲ್ಲಿಸಿದ್ದಾನೆ. ആമേൻ. എസെക്കിയേലിനെ ഒരു താഴ്വരയിൽ കൊണ്ട് നിർത്തിയതുപോലെ ಯೆಹೆಜ್ಕೇಲನನ್ನ ಒಂದು ತಗ್ಗಿನಲ್ಲಿ ತೆಗೆದುಕೊಂಡು ಹೋಗಿ ನಿಲ್ಲಿಸಿದ ಹಾಗೆ ദൈവം നിങ്ങളെ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തേക്കുക. ದೇವರು ನಿಮ್ಮನ್ನ ಅಲ್ಲೇ ತೆಗೆದುಕೊಂಡು ಹೋಗಿ ನಿಲ್ಲಿಸಿದ್ದಾನೆ. ആമേൻ. ಆಮೆನ್. ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. ದೇವರು ವೇಟ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. നിങ്ങളുടെ വായിന്ന് ഒരു വാക്ക് വരാം. ನಿಮ್ಮ ಬಾಯಿಂದ ಒಂದು ಮಾತು ಬರಲಿ ಎಂಬುದಾಗಿ. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಆಮೆನ್. ഏഞ്ചൽസ് വെയിറ്റ് ചെയ്യുകയാണ്. ದೇವದೂತರು ಕಾಯ್ತಾ ಇದ್ದಾರೆ. നിങ്ങളുടെ വായിന്ന് ഒരു വാക്ക് വരാം. ನಿಮ್ಮ ಬಾಯಿಂದ ಒಂದು ಮಾತು ಬರಲಿ ಎಂಬುದಾಗಿ. പക്ഷെ നമ്മുടെ പ്രശ്നം നമ്മൾ പറയൂല. ಆದ್ರೆ ನಮ್ಮ ಸಮಸ್ಯೆ ನಾವು ಹೇಳ್ತಾ ಇಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിങ്ങൾ പറയണം. ನೀವು ಹೇಳಬೇಕು.
ഇടത്തോട്ട് നോക്കി പറയണം, ನೀವು ಆ ಕಡೆ ನೋಡಿ ಹೇಳಬೇಕು, വലത്തോട്ട് നോക്കി പറയണം, ಬಲಗಡೆ ನೋಡಿ ಹೇಳಬೇಕು, മുന്നിലേക്ക് നോക്കി പറയണം, ಮುಂದೆ ನೋಡಿ ಹೇಳಬೇಕು, പുറകിലേക്ക് നോക്കി പറയണം. ಹಿಂದೆ ನೋಡಿ ಹೇಳಬೇಕು. നിങ്ങൾ പറയുന്നത് മാത്രമേ സംഭവിക്കൂ. ನೀವು ಏನನ್ನ ಹೇಳ್ತೀರೋ ಅದು ಮಾತ್ರವೇ ಸಂಭವಿಸುತ್ತೆ. കാരണം നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്, ಕಾರಣ ನಿಮ್ಮನ್ನ ದೇವರು ಕರೆದಿರುವಂತದ್ದು ഇതുവരെ ഇല്ലാത്തൊരു ജയം എടുക്കാൻ വേണ്ടിയല്ല, ಇದುವರೆಗೂ ಇಲ್ಲದೆ ಇರತಕ್ಕಂಥ ಜಯವನ್ನು ತೆಗೆದುಕೊಳ್ಳೋದಕ್ಕಾಗಿ ಅಲ್ಲ. 2000 വർഷങ്ങൾക്കപ്പുറത്ത് യേശു ഏറ്റെടുത്ത ജയത്തെ, 2000 ವರ್ಷಗಳ ಹಿಂದೆ ಯೇಸು ಸ್ವಾಮಿ ಮಾಡಿದಂತ ಆ ಜಯವನ್ನ അവൻ യേശു ജയിച്ചു എന്ന് പറയാൻ വേണ്ടി ദൈവം നിങ്ങളെ ಯೇಸು വിളിച്ചിരിക്കുന്നത്. ಸ್ವಾಮಿ ಜಯಿಸಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಹೇಳೋದಕ್ಕಾಗಿ ದೇವರು ನಿಮ್ಮನ್ನ ಕರೆದಿದ್ದಾನೆ. ആമേൻ, ಆಮೆನ್, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നിങ്ങൾ ഒരാളെ നോക്കി യേശുവിന്റെ നാമത്തിൽ എന്നൊരു വാക്ക് പറഞ്ഞാൽ അവൻ നിങ്ങൾ കാണും ഭൂതശക്തികൾ അവൻ അവരെ വിട്ടു പോകുന്നത് കൺമുമ്പിൽ നിങ്ങൾ കാണും. ನೀವು ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ನೋಡಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಂಬುದಾಗಿ ಹೇಳಿ ಆ ವ್ಯಕ್ತಿಯ ಸಂಗಡ ಹೇಳುವಾಗಲೇ ಅಲ್ಲಿರ್ತಕ್ಕಂಥ ದುರಾತ್ಮ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗೋದನ್ನು ನಿಮ್ಮ ಕಣ್ಣಲ್ಲಿ ನೀವು ಕಾಣ್ಲಿಕ್ಕಿದ್ದೀರಿ. നിങ്ങൾക്ക് ചർച്ച ഉണ്ടോ? നിങ്ങൾക്ക് ചർച്ച ഉണ്ടോ? ಸಭೆ ಇದೆಯಾ? നിങ്ങളുടെ ചർച്ച ഒരു മിറക്കിൾ ചർച്ച ആകാൻ പോവുക. ನಿಮ್ಮ ಸಭೆಯನ್ನ ದೇವರು ಅದ್ಭುತಗಳ ಸಭೆಯನ್ನಾಗಿ ಮಾರ್ಪಡಿಸಲಿಕ್ಕಿದ್ದಾನೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളിങ്ങനെ വരുമ്പോ ആസ്റ്റർ മെഡിസിറ്റി അങ്ങനെ ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ. ನಾವು ಈ ಕಡೆ ಬರುವಾಗ ಆಸ್ಟರ್ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಒಂದು ಹಾಸ್ಪಿಟಲ್ ಇತ್ತು. ಆಮೇಲೆ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാർ പറയും ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പോയിക്കോ. ನಮಗೆ ಹೇಳ್ತಾ ಇಲ್ಲ, ಯಾರಿಗಾದ್ರೂ ಏನಾದ್ರು ಸಮಸ್ಯೆ ಇದೆ ಅವ್ರು ಹೇಳ್ತಾರೆ ಆಸ್ಟರ್ ಹಾಸ್ಪಿಟಲ್ಗೆ ಹೋಗೋಣ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റൽ എന്നാണ്. ಈ ಕಡೆ ಬಂದಾಗ ನಾನು ಹೆಚ್ಚಾಗಿ ಕೇಳಿದ್ದು ಬ್ಯಾಪ್ಟಿಸ್ಟ್ ಹಾಸ್ಪಿಟಲ್ ಎಂಬುದಾಗಿ. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ಇಲ್ಲಿ ಏನಾದ್ರೂ ಸಮಸ್ಯೆ ಉಂಟಾದ್ರೆ എല്ലാരും പറയും, ಎಲ್ಲರೂ ಹೇಳ್ತಾರೆ നിങ്ങൾ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിക്കോ, നല്ല ട്രീറ്റ്മെന്റ് ആണ്. ಬ್ಯಾಪ್ಟಿಸ್ಟ್ ಹಾಸ್ಪಿಟಲ್ಗೆ ಹೋಗೋಣ, ಅಲ್ಲಿ ಒಳ್ಳೆ ಟ್ರೀಟ್ಮೆಂಟ್ ಕೊಡ್ತಾರೆ ಎಂಬುದಾಗಿ. ആമേൻ, ಆಮೆನ್. അതൊരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക ഒരു ഐഡന്റിറ്റി ആയിട്ട് അത് മാറി. ಆ ಒಂದು ಹಾಸ್ಪಿಟಲ್ ಅನ್ನೋದು ಒಂದು ಪ್ರತ್ಯೇಕವಾದ ಐಡೆಂಟಿಟಿ ಆಗಿ ಬದಲಾವಣೆ ಆಯಿತು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. നിങ്ങളുടെ ചർച്ചിന് അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടായാലോ? ಆ ರೀತಿಯಾಗಿ ನಿಮ್ಮ ಸಭೆಗೊಂದು ಐಡೆಂಟಿಟಿ ಉಂಟಾದ್ರೆ, ബെല്ലാരിയുടെ എവിടെ പ്രശ്നം ഉണ്ടായാലും, ಬೆಳ್ಳಾರಿಯಲ್ಲಿ ಎಲ್ಲಿ ಸಮಸ್ಯೆ ಉಂಟಾದ್ರು അവൻ ആളുകൾ പറയട്ടെ, ಅಲ್ಲಿರ್ತಕ್ಕಂಥ ಜನರು ಹೇಳಬೇಕು, അവിടെ ഒരു ദൈവദാസനുണ്ട്, അങ്ങോട്ട് പോ. ಅಲ್ಲೊಬ್ಬ ದೇವ ಸೇವಕರಿದ್ದಾನೆ, ಅಲ್ಲಿಗೆ ಹೋಗೋಣ. അങ്ങനെ പറയും, ಆ ರೀತಿಯಾಗಿ ಹೇಳ್ತಾರೆ, അങ്ങനെ പറയും, ಆ ರೀತಿಯಾಗಿ ಜನ ಹೇಳ್ತಾರೆ. അവൻ നിങ്ങളുടെ ചർച്ചിനെ അവൻ അങ്ങനെ ഒരു മാർക്കിൽ, അങ്ങനെ ഒരു പൊസിഷനിൽ അവൻ ദൈവം നിർത്തുകയാണ്. ಆ ರೀತಿಯಾದ ಒಂದು ಸಭೆಯ ಆ ಒಂದು ಸ್ಥಾನಮಾನವನ್ನ ಆ ಹೋದಿಕೆಯನ್ನು ಸಭೆ ಮೇಲೆ ಹಾಕಿ ಸಭೆಯನ್ನು ದೇವರು ಬದಲಾವಣೆ ಮಾಡ್ಲಿಕ್ಕಿದ್ದಾನೆ. ബെല്ലാരിയിൽ ഭയങ്കര റിവൈവൽ ഉണ്ടാകാൻ ಆ പോകും. ಬಳ್ಳಾರಿಯಲ್ಲಿ ದೊಡ್ಡ ಉಜ್ಜೀವನ ಉಂಟಾಗ್ಲಿಕ್ಕಿದೆ. ആമേൻ. കൂട്ടം കൂട്ടമായി ആളുകൾ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. ಗುಂಪು ಗುಂಪಾಗಿ ಜನರು ಬಿಡುಗಡೆಗಾಗಿ ಓಡಿ ಬರ್ತಾರೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ഞാനൊരു മഴയുടെ ശബ്ദം കേൾക്കുന്നു, ನಾನೊಂದು ದೊಡ್ಡ ಮಳೆಯ ಶಬ್ದವನ್ನು ಕೇಳ್ತಾ ಇದ್ದೇನೆ. ഞാനൊരു മുഴക്കം കേൾക്കുന്നു. ನಾನೊಂದು ಶಬ್ದವನ್ನು ಕೇಳ್ತಾ ಇದ್ದೇನೆ. ആമേൻ. പെന്തിക്കോസ്ത് ദിവസം ഒരു മുഴക്കം ഉണ്ടായതുപോലെ, ಅವತ್ತ ಪಂಚಾಶತಮ ದಿನದಲ್ಲಿ ಒಂದು ಶಬ್ದ ಉಂಟಾದ ಹಾಗೆ, ആമേൻ, കർണാടകയിൽ ഞാനൊരു മുഴക്കം കേൾക്കുന്നു. ಕರ್ನಾಟಕದಲ್ಲಿ ಒಂದು ಬಿರುಗಾಳಿಯ ಶಬ್ದ ನಾನು ಕೇಳ್ತಾ ಇದ್ದೇನೆ. Again Pentecost. ಆ ಒಂದು ಮತ್ತೆ ಪಂಚಾಶತಮ ದಿವಸ. കരങ്ങളെ തട്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ಎಲ್ಲರ ಕರಗಳನ್ನು ತಟ್ಟಿ ಒಂದು ನಿಮಿಷ ಪ್ರಾರ್ಥಿಸೋಣ. ആമേൻ. പെന്റെക്കോസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോകുകയാണ്. ಪಂಚಾಶತಮ ಮತ್ತೆ ಅದು ರಿಪೀಟ್ ಆಗ್ಲಿಕ್ಕಿದೆ. പെന്റെക്കോസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോകുകയാണ്. ಪಂಚಾಶತಮ ಮತ್ತೆ ಅದು ರಿಪೀಟ್ ಆಗ್ಲಿಕ್ಕಿದೆ. റമാസി ടബാര ಓರಿಬಾನ ರಗಮನ ಶೈಡ ರಿಗಡಮನ ಶೈಡೆ ಓರಿ ಬಾಬಾ ಶಖ ಬಾಬಾ. ചെറിയ ചെറിയ പ്രയർ ഗ്രൂപ്പുകളുടെ അകത്ത് ಈ ಚಿಕ್ಕ ಚಿಕ್ಕ ಪ್ರಾರ್ಥನಾ ಗುಂಪುಗಳ ನಡುವೆ തീ ഇറങ്ങി വരുന്നത് കാണാൻ പോകുകയാണ്. ಒಂದು ಆಜ್ಞೆ ಇಳಿದು ಬರೋದನ್ನ ನೀವು ನೋಡ್ಲಿಕ್ಕಿದ್ದೀರಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. അവൻ ഇവിടെ ടെസ്റ്റിമണി പറഞ്ഞ് ഇവിടെ ഇരുന്ന ദൈവദാസനുണ്ടല്ലോ, ಇಲ್ಲಿ ಸಾಕ್ಷಿ ಹೇಳಿದಂತ ಇಲ್ಲಿ ರಮೇಶ್ ಪಾಸ್ಟರ್ ಅವರು, നിങ്ങളുടെ ചർച്ചിന്റെ ഐഡന്റിറ്റിയെ കർത്താവ് വീണ്ടും മാറ്റാനായിട്ട് ನಿಮ್ಮ പോകുകയാണ്. ಸಭೆ ಐಡೆಂಟಿಟಿಯನ್ನು ದೇವರು ಮತ್ತೆ ಬದಲಾವಣೆ ಮಾಡ್ಲಿಕ್ಕಿದ್ದಾರೆ. സിസ്റ്ററെ, പത്രോസിന് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. പത്രോസിന് എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു. ಸಿಸ್ಟರ್ ಪೇತ್ರನಿಗೆ ಯಾವ ವಿದ್ಯಾಭ್ಯಾಸ ಇರಲಿಲ್ಲ. അവൻ മീനിന്റെ സ്മെല്ലുള്ള ആളാ. ಅವನ ಆ ಮೀನಿನ ಆ ಸ್ಮೆಲ್ಲಲ್ಲಿ ವಾಸನೆಯಲ್ಲಿ ಅವನಿದ್ದಿತ್ತು. പക്ഷേ ಆದರೆ അപ്പസ്തോല പ്രവൃത്തിയിൽ വരുമ്പോൾ ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳಿಗೆ ಬರುವಾಗ ചേഞ്ച് എന്താണെന്നറിയോ? ಬದಲಾವಣೆ ಏನು ಗೊತ್ತಾ? അപ്പൊ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാം. ഞാനൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തത് ನಾವೆಲ್ಲ രാജേഷ് പാസ്റ്റർ കൈയൊന്ന് വെച്ചിരുന്നെങ്കിൽ, ನಾವೆಲ್ಲ ವೇಟ್ ಮಾಡಿದ್ವು, ರಾಜೇಶ್ ಪಾಸ್ಟರ್ ಒಂದು ಕೈಯನ್ನ ಹಿಟ್ರೆ ಎಂಬುದಾಗಿ ವೇಟ್ ಮಾಡಿದ್ವಿ. പക്ഷെ അന്ന് അവര് വെയിറ്റ് ചെയ്തതിന് വേണ്ടി എന്നറിയാം? ಆದ್ರೆ ಆವತ್ತು ಅವರು ವೇಟ್ ಮಾಡಿದ್ದು ಯಾವುದಕ್ಕಾಗಿ ಗೊತ್ತಾ? പത്രോസിന്റെ നിഴലൊന്ന് ಆ തട്ടിയിരുന്നെങ്കിൽ, ಪೇತ್ರನ ನೆರಳು ಬಿದ್ದರೆ ಸಾಕು ಅಂತೇಳಿ ಚೆನ್ನಾಗಿ ಕಾಯ್ತಾ ಇದ್ರು.
അവൻ പത്രോസ് വിയർപ്പ് തുടച്ചിട്ടിടുന്ന ആ ടവലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, ಆ ಪೇತ್ರನು ಮುಖವನ್ನು ತೊಳೆದುಕೊಂಡು ಇಡುವಂತ ಆ ಕೈವಸ್ತ್ರ ಸಿಕ್ಕಿದ್ರೆ ಸಾಕು ಎಂಬುದಾಗಿ, ഇതുപോലത്തെ ഒരു ചേഞ്ച് നിങ്ങളുടെ ചർച്ചിന്റെ ಆ അകത്തുണ്ടാകാൻ ರೀತಿಯಾಗಿ ಒಂದು ಬದಲಾವಣೆ ರಮೇಶ್ ಪಾಸ್ಟರ್ ಅವರ ಚರ್ಚಲ್ಲಿ ದೇವರು ಮಾಡ್ಲಿಕ್ಕಿದ್ದಾರೆ. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾക്കായി ആളുകൾ വെയിറ്റ് ചെയ്യും. ನಿಮಗಾಗಿ ಜನರು ಕಾಯಲಿಕ್ಕಿದ್ದಾರೆ. ആമേൻ. നിങ്ങളുടെ നിഴലുകൾ പോലും ബിസിയാകുന്ന ഒരു സമയം വരാൻ പോകുകയാണ്. ನಿಮ್ಮ ನೆರಳು ಕೂಡ ಬಿಸಿಯಾಗುವಂತ ಒಂದು ಸಮಯಗಳು ಬರ್ಲಿಕ್ಕಿದ್ದಾವೆ. ചർച്ചിന്റെ അറ്റ്മോസ്ഫിയർ മാറാൻ പോകുകയാണ്. ನಿಮ್ಮ ಸಭೆಯ ವಾತಾವರಣ ಬದಲಾವಣೆ ಆಗ್ಲಿಕ್ಕಿದೆ. ഈ സൺഡേ മുതൽ നിങ്ങൾ അത് കാണാൻ പോകും. ಈ ಭಾನುವಾರ ಮೊದಲುಗೊಂಡು ನೀವು ಅದನ್ನ ಸಾಕ್ಷೀಕರಿಸ್ತೀರಿ. അവൻ ചർച്ചിന്റെ അകത്ത് മഹത്വം ഇറങ്ങി നിൽക്കും. ಸಭೆಯ ಒಳಗಡೆ ಮಹಿಮೆ ಇಳಿದು ಬಂದು ನಿಲ್ಲೋದನ್ನ ನೋಡ್ತೀರಿ. അവൻ ജനങ്ങളുടെ മേൽ തീ ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾ ಜನರ കാണും. ಮೇಲೆ ಬೆಂಕಿ ಇಳಿದು ಬರೋದನ್ನ ನೀವು ಕಾಣ್ತೀರಿ. അഗ്നിനാവുകൾ ആമേൻ സ്തോത്ര പ്രത്യക്ഷമാകുന്നത് ആമേൻ നിങ്ങൾ കാണും. ಆ ಒಂದು ಅಗ್ನಿಯ ಆ ಒಂದು ಪ್ರತ್ಯಕ್ಷತೆಯನ್ನ ಸಭೆಯ ಒಳಗಡೆ ನೀವು ಕಾಣ್ಲಿಕ್ಕಿದ್ದೀರಿ. നിങ്ങളുടെ ചർച്ചിലെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ആമേൻ അന്യഭാഷകളിൽ സംസാരിക്കാൻ ನಿಮ್ಮ പോകുകയാണ്. ಸಭೆಯ ಒಳಗಡೆ ಚಿಕ್ಕ ಮಕ್ಕಳು ಮೊದಲುಗೊಂಡು ಎಲ್ಲರೂ ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಮಾತನಾಡುವ ಹಾಗೆ. ആത്മനിറവില്ലാത്ത ഒരാൾ പോലും നിങ്ങളുടെ ചർച്ചിന്റെ അകത്ത് കാണത്തില്ല. ಆತ್ಮನ ಅಭಿಷೇಕ ಇಲ್ಲದೆ ಇರ್ತಕ್ಕಂಥ ಒಬ್ಬ ವ್ಯಕ್ತಿ ಕೂಡ ಚರ್ಚಲ್ಲಿ ಇರೋದಿಲ್ಲ. ಆ ರೀತಿಯಾಗಿ നിങ്ങളുടെ ചർച്ചിൽ ഇനി വിശ്വാസികളില്ല. ನಿಮ್ಮ ಸಭೆಯಲ್ಲಿ ಇನ್ನ ವಿಶ್ವಾಸಿಗಳಿಲ್ಲ. ആമേൻ. നിങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം നിങ്ങളെ പോലെയോ നിങ്ങളെക്കായിലുമോ കഴിവുള്ള ശുശ്രൂഷകരായിരിക്കും. ಇನ್ನು ಮುಂದೆ ನಿಮ್ಮ ಸಭೆಯ ಒಳಗಡೆ ಇರುವಂತವರು ನಿಮ್ಮ ಹಾಗೇನೋ ನಿಮಗಿಂತ ಹೆಚ್ಚಾಗಿ ಉಪಯೋಗಿಸಲ್ಪಡುವಂತ ಸೇವಕರಾಗಿ ಬದಲಾವಣೆ ಆಗ್ಲಿಕ್ಕಿದ್ದಾರೆ. അവരുടെ ചർച്ചിലെ കൊച്ചു കുട്ടികൾ പോലും മിനിസ്ട്രി ചെയ്യും. ಆ ನಿಮ್ಮ ಸಭೆಯ ಒಳಗಡೆ ಚಿಕ್ಕ ಮಕ್ಕಳು ಮೊದಲುಗೊಂಡು ಸೇವೆ ಮಾಡ್ಲಿಕ್ಕಿದ್ದಾರೆ. ശരിക്കും ഡേ ഓഫ് പെന്റക്കോസ്റ്റിൽ എന്താണ് സംഭവിച്ചത്? ಸರಿಯಾಗಿ ಹೇಳ್ಬೇಕಂದ್ರೆ ಆ ಪಂಚಾಶತಮ ದಿವಸ ಏನ್ ಸಂಭವಿಸಿದ್ದು? വലിയൊരു മുഴക്കം ഉണ്ടായി. ಒಂದು ದೊಡ್ಡ ಶಬ್ದ ಉಂಟಾಯಿತು. ആമേൻ. ಆಮೆನ್. ആ ശബ്ദം, ಆ ಒಂದು ಶಬ್ದ ദൈവമക്കളുടെ നാവിലേക്ക് കൊടുത്തു. ದೇವರು ತನ್ನ ದೇವ ಮಕ್ಕಳ ನಾಲಿಗೆ ಮೇಲೆ ಕೊಟ್ಟನು. ಆಮೆನ್. അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ಅವರು ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಮಾತನಾಡಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದರು. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. എന്താണ് സംഭവിച്ചത്? ಏನು ಸಂಭವಿಸಿದ್ದು? വലിയ മുഴക്കമുണ്ടായി. ಒಂದು ದೊಡ್ಡ ಶಬ್ದ ಉಂಟಾಯಿತು. ಆಮೆನ್. കരങ്ങളെടുത്തിട്ട് ഹല്ലേലൂയ ಹೇಳ್ರಿ, ಕರಗಳನ್ನೆತ್ತಿ ಹಾಲೆಲೂಯ. ആ മുഴക്കത്തെ, ಆ ಶಬ್ದವನ್ನ അവിടെ ഇരുന്ന 120 പേരുടെ നാവിലേക്ക് ദൈവം കൊടുത്തു. ಆ ಒಂದು 120 ಜನರ ನಾಲಿಗೆ ಮೇಲೆ ದೇವರು ಕೊಟ್ಟರು. അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ ಅವರು തുടങ്ങി. ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಮಾತನಾಡಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದ್ರು. ആമേൻ. ಆಮೆನ್. ഏതാണ് ആ ശബ്ദം എന്നറിയാമോ? ಯಾವುದದು ಶಬ್ದ ಗೊತ್ತಾ? സൃഷ്ടിപ്പിൽ ഒരു ശബ്ദമുണ്ടായി. ಆ ಸೃಷ್ಟಿ ಉಂಟಾಗುವಾಗ ಒಂದು ಶಬ್ದ ಉಂಟಾಯ್ತಲ್ಲ. ക്രിയേഷ്യോ എക്സ് നിഹിലോ, ശൂന്യതകളെ നോക്കി ദൈവം സംസാരിച്ചു. ಆವತ್ತು ಆ ಶೂನ್ಯತೆಯನ್ನು ನೋಡಿ ದೇವರು ಉಂಟಾಗಲಿ ಎಂಬುದಾಗಿ ಮಾತನಾಡಿದ ಶಬ್ದವಿದೆಯಲ್ಲ. ಹಲ್ಲೆಲೂಯ. നിങ്ങൾക്ക് സന്തോഷമില്ല? ಎಷ್ಟು ಜನಕ್ಕೆ ಸಂತೋಷವಿದೆ? ಸಂತೋಷವಿದೆ. നിങ്ങൾക്ക് സന്തോഷമില്ല? ನಿಮಗೆ ಸಂತೋಷವಿಲ್ಲವಾ? ആമേൻ. 31-ാം അധ്യായത്തിൽ ആമേൻ സൃഷ്ടിപ്പിൽ മുഴങ്ങിയ അതേ ശബ്ദമാണ് ആമേൻ മാളിക മുറിയിൽ ഇറങ്ങി വന്നത്. ಅವತ್ತು ಆದಿಕಾಂಡ 1ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಯಾವ ಶಬ್ದದ ಮೂಲಕವಾಗಿ ಎಲ್ಲ ಉಂಟಾಗುವಂತ ಶಬ್ದ ಉಂಟಾಯಿತು, ಅದೇ ಶಬ್ದವೇ ಅಪೊಸ್ತಲರ 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಪಂಚಾಶತಮ ದಿನದಲ್ಲಿ ಆ ಮೇಲ್ಮನೆಯಲ್ಲಿ ಉಂಟಾಗಿದ್ದು. ഹല്ലേലൂയ. 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 ആമേൻ. സൃഷ്ടിപ്പിന്റെ ശബ്ദമാണ് ഈ പത്രോസിന്റെയും യോഹന്നാന്റെയും നാവിന്മേൽ ദൈവം കൊടുത്തത്. ಆ ಸೃಷ್ಟಿಸುವಂತ ಶಬ್ದವೇ ಆ ಪೇತ್ರ ಮತ್ತು ಯೋಹಾನರ ನಾಲಿಗೆಯಲ್ಲೂ ಕೂಡ ಇದ್ದದ್ದು. അവനൊരു മുടന്തനെ നോക്കി അവർ ഇപ്രകാരം പറഞ്ഞു. ಅವರು ಒಬ್ಬ ಕುಂಟನನ್ನು ನೋಡಿ ಈ ರೀತಿಯಾಗಿ ಹೇಳಿದರು, അയ്യോ എന്റെ കയ്യിൽ വെള്ളിയില്ല, പൊന്നില്ല, ಅಯ್ಯೋ ಬೆಳ್ಳಿ ಬಂಗಾರವಂತೂ ನನ್ನಲ್ಲಿಲ್ಲ, പക്ഷെ എന്റെ നാവിൽ ഒരു ശബ്ദമുണ്ട്. ಆದರೆ ನನ್ನ ನಾಲಿಗೆಯಲ್ಲಿ ಒಂದು ಶಬ್ದವಿದೆ. എന്റെ നാവിൽ ഒരു ശബ്ദമുണ്ട്. ನನ್ನ ನಾಲಿಗೆಯಲ್ಲಿ ಒಂದು ಶಬ್ದವಿದೆ. എന്റെ നാവിൽ ഒരു നാമമുണ്ട്. ನನ್ನ ನಾಲಿಗೆಯಲ್ಲಿ ಒಂದು ನಾಮವಿದೆ. നസറേയനായ യേശുവിന്റെ നാമത്തിൽ ನಜರೇಯನ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎದ್ದು ನಿಲ್ಲು. ಆಮೆನ್. അവൻ എഴുന്നേറ്റ് നിന്നു. ಅವನು ಎದ್ದು ನಿಂತನು. ആമേൻ. ಆಮೆನ್. അന്യഭാഷ പ്രാപിച്ചവർ കരങ്ങളെ ഒന്ന് ഉയർത്തിക്കുക. ಅನ್ಯ ಭಾಷೆ ಮಾತನಾಡುವಂತವರು ಕರಗಳನ್ನು ಒಂದ್ಸರಿ ತೋರಿಸ್ರಿ.
സൃഷ്ടിപ്പിൽ വ്യാപരിച്ച ശബ്ദം. കൈകളെ താത്തല്ലേ. ಕೈಗಳನ್ನು ಇಳಿಸ್ಬೇಡ್ರಿ, ಹಾಗೆ ಇಟ್ಕೊಳ್ರಿ. ಈ ಸೃಷ್ಟಿಯಲ್ಲಿ ಉಂಟಾದಂತ ಆ ಶಬ್ದ, പെന്തിക്കോസ്ത് ദിവസമുണ്ടായ ആ ശബ്ദം, ಆ ಪಂಚಾಶತಮ ದಿನದಲ್ಲಿ ಉಂಟಾದ ಅದೇ ಶಬ್ದ, അതേ ശബ്ദമാണ് നിങ്ങളുടെ നാവിലിരിക്കുന്നത്. ಅದೇ ಸೃಷ್ಟಿಸುವ ಶಬ್ದ ನಿನ್ನ ನಾಲಿಗೆಯ ಮೇಲಿರುವಂಥದ್ದು. നീ ഒന്നിനെ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. ನೀನೊಂದನ್ನು ನೋಡಿ ಉಂಟಾಗಲಿ ಅಂತ ಹೇಳೋದಾದ್ರೆ ಅದು ಉಂಟಾಗುತ್ತೆ. ಕರೆಗಳ ತಟ್ಟಿ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಸ್ವಲ್ಪ ಸಮಯ ಪ್ರಾರ್ಥಿಸು. ಓ ರೇಖಾ ಬಾಬಾ ಶಾಖಾ ಲಮಾನಿ ಶಬತಾರಿ ಶೈಡ ರಿಬರ ರಗಟಲ ದನನೆ ರಗಟಾರಿ ಶಬನೆ ರಿಕಮನ ರಗಟಲ ರಗಮನ ಶೈಡ ಜೀವನದ ದೈವ ಕಂಪ್ಲೀಟ್ ಆಗಿ മാറ്റാൻ ನಿನ್ನ ಮೇಲೆ ದೈವത്തിന്റെ ಗ್ಲೋರಿ ಇರಲಿ. ನಿನ್ನ ಮೇಲೆ ದೇವರ ಬಾಗಿಲು ತೆರೆಯಲ್ಪಡ್ತಾ ಇದೆ. ದೈವ ನಿನ್ನ ಕಂಡಿರಿಗೆಯ ದೇವರ ಕಣ್ಣಲ್ಲಿ പലതിനും നീ ജീവൻ വരുന്നു. ನೀ ಪಲದಿനും ജീവൻ വരുന്നു. ನೀನು ಅನೇಕ విషయಗಳಿಗೆ జీవమును తర్తీయ. జీవాన్ని తెచ్చేలాగున ఒక మాటలు నీలో ఉన్నాయి. നീ വായ് തുറന്നൊരു കാര്യം പറഞ്ഞാൽ, నీవు నోరు తీసి ఒక మాటను మాట్లాడితే ఆమెಲೆ అది సంభవిക്കും. అది జరుగుతుంది. అలాంటి ఒక జీవం నీలో ఉంది. God has chosen you. You are a special vessel unto God. Even before you were formed in the womb of your mother, God has seen you. You are chosen. You are called and appointed for a precious ministry. If you speak life, there will come life. God has blessed you with a special anointing. Right now, ಆಮೇಲೆ ನಿರಂಜಿ ಬರಟೆ ಫಿಲ್ ಆ ಒಂದು ಅಭಿಷೇಕವು ಫೈರ್ ಅನಾಯಿಂಟಿಂಗ್. ಓ ಅಗ್ನಿ ಅಭಿಷೇಕವು ನಿಂಪಬಡುನುಗಾಕ. God will take you to nations. దేవుడు నిన్ను అనేక రాష్ట్రాలకు తీసుకువెళ్తాడు. God will take you to nations. అనేక దేశాలకు దేవుడు నిన్ను తీసుకువెళ్తాడు. You are a prophet to nations. ఒక ప్రవాది, నీవు కూడా ఒక ప్రవచకుడు. ఓ షాబా బాబా 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 ఓరి బాబా బాబా not your personality, not your qualification, not your speaking skill. Oh yes. But the anointing will decide. నీ మీద ఒక అభిషేకము అది తీర్మానిస్తుంది. నీ ఒక వ్యక్తిత్వము కాదు. Anointing will decide. Anointing will decide. అభిషేకము తీర్మానిస్తుంది. అభిషేకము అందరి